നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ആദ്യ പരാതി കിട്ടിയിട്ട് ദിവസം 9 കഴിയുന്നു. ഔദ്യോഗിക പരാതി കിട്ടും മുമ്പ് തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്ത പ്രത്യേക കേസാണിത്. എന്നിട്ടും രാഹുൽ ഇപ്പോഴും ഒളിവിലാണെന്നും കണ്ടെത്താൻ കഴിയുന്നില്ലെന്നുമാണ് പോലീസിന്റെ അവകാശവാദം. രാഹുലിനെ ഒളിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസുകാരാണെന്നും എന്തായാലും പിടിക്കുമെന്നുമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. രാഹുലിനെതിരെ രേഖാമൂലം പരാതി കിട്ടും മുമ്പ് തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം സസ്പെൻഡ് ചെയ്തു. രേഖാമൂലം പരാതി വന്നതോടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇമ്മട്ടിൽ മാതൃകാപരമായി ഏതു പാർട്ടി ചെയ്യും എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ ചോദ്യം. മുകേഷ് മുതൽ ശശി വരെയുള്ളവരുടെ മുൻകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്താനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും ഇപ്പോഴും കോൺഗ്രസിൽ തന്നെ അല്ലേ എന്നാണ് CPM-ന്റെ മറു ചോദ്യം. എന്തായാലും തനി പെണ്ണുപിടിയന്മാരെ അവരവരുടെ പാർട്ടികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നതിനെ ചൊല്ലിയാണിപ്പോൾ ഇരു കൂട്ടരും തമ്മിലുള്ള തർക്കം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. സ്വാഭാവികമായും വോട്ടെടുപ്പിന് മുമ്പുള്ള ദിവസങ്ങളിലെ പ്രധാന ചർച്ചകളിലൊന്ന് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട നാറുന്ന കഥകൾ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോൺഗ്രസ് നിലപാടിനും പോലീസ് നിലപാടിനും വോട്ടെടുപ്പുമായി ബന്ധം ഇല്ലെന്നാണ് ഇരു കൂട്ടരും ഒരുപോലെ വാദിക്കുന്നത്. എന്നാൽ വിഷയം അനുകൂലമാക്കി അത് വോട്ടാക്കാൻ പഠിച്ച പണിയെല്ലാം ഇരു പാർട്ടികളും മുന്നണികളും പയറ്റുന്നുമുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും ഇരിക്കുന്ന സാധാരണ വോട്ടർമാരുടെ മനസ്സിലും ഇതേക്കുറിച്ച് ചില ചിന്തകളും വ്യക്തമായ തീരുമാനങ്ങളും ഒക്കെയുണ്ട്. അത് ഏതു പാർട്ടിക്ക് ഏതു മുന്നണിക്ക് അനുകൂലമാകും? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടം വിഷയം ആർക്ക് വോട്ടാവും? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മുഹമ്മദ്, രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പല ദിവസം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഇരു മുന്നണികളും ശ്രമിക്കുന്നത് ഇത് ഞങ്ങളാണ് മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചത്, നിങ്ങൾ മോശപ്പെട്ട നിലപാടാണ് എന്ന് ഇരുകൂട്ടരും പറയുന്നു. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ നടക്കുന്ന ഈ ചർച്ച ഏത് മുന്നണിക്ക് വോട്ടാവും? ശ്രീ മുഹമ്മദ് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. പറ. എന്നാല് ഈ തെരഞ്ഞെടുപ്പില് അവർക്ക് മെച്ചം കിട്ടുമോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക അപ്പുറത്തുള്ളവര്. എന്നാ നിങ്ങൾക്ക് കേൾക്കണം, ഒരു നിലക്കും ഒരു രക്ഷയും ഈ UDF മുന്നണിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവരാകെ ഇങ്ങനൊരു കുറവാകാൻ ബാക്കിയില്ല. കാരണം ഈ സമൂഹത്തില് ഇന്നലെ ഒരു വനിത പറയുന്നുണ്ട് രാത്രി, അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഈ സാറ് പറഞ്ഞ ആ പുടിയന്മാരെ കാര്യങ്ങള്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ആരും മനക്കടണ്ട. ഇത് ഇടതുപക്ഷ മുന്നണി ഇവിടെ ഈ അടുത്ത 15-ാം തീയതി കൊടുക്കാൻ പോവുകയാണ് പൈസ. ആ പൈസ ഇന്നലെ മനോരമ പറഞ്ഞാണ് അത് വാങ്ങിക്കോളൂ മറ്റാ മറിച്ചാന്നൊക്കെ പറഞ്ഞാണ്ട് കുതിരാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ മനോരമയില്. എങ്ങനെയായാലും ശരി നമ്മളെ മറിയക്കുട്ടി പോലുള്ള ആൾക്കാർക്ക് അത് കിട്ടും. പൈസ കൊടുക്കുന്ന വോട്ടിന് വേണ്ടിയാണോ? ആ വോട്ടിന് വേണ്ടിയാണ് ഇപ്പൊ പറയുന്നത്. വോട്ടിന് കാരണം വെച്ചാൽ അങ്ങനെ ചെറുതാകാനൊന്നും നിൽക്കണില്ല. വോട്ട് തന്നെയാണ് വലുതുപെടാ. അതിനെ തന്നെ സഹായിക്കണേ. ഈ ജനങ്ങളെ സഹായിക്കും. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും ഈ സർക്കാർ. താങ്കൾ പറയുന്നത് ഈ പൈസ കൊടുക്കുന്നത് വോട്ടിന് വേണ്ടിയാണ് എന്നാണോ? പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞില്ലേ കൈക്കൂലിയാണ് പറഞ്ഞില്ലേ പൈസ കൊടുത്തിന്. അത് നേരത്തെ പാസ്സാക്കി വെച്ചതാ, അത് കൊടുക്കുകയാണ്. ശരി. ശ്രീ കുഞ്ഞഹമ്മദ്, അതെ. കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ രാഹുൽ മാങ്കൂട്ടം വിവാദം ആർക്ക് അനുകൂലമായ വോട്ടായി മാറാനാണ് സാധ്യതയുള്ളത്? ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് പറവൂർ മണ്ഡലത്തിൽപ്പെട്ട PD സതീശന്റെ മണ്ഡലത്തിൽപ്പെട്ട റെനി N ജോർജിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ആ കുട്ടി തുറന്നു പറഞ്ഞതുകൊണ്ട് അതൊക്കെ വെളിച്ചത്ത് വന്നത്. ആ കുട്ടിയെ പുരസ്കാരം കൊടുത്ത് നമ്മൾ അഭിനന്ദിക്കണം. കാരണം ആ കുട്ടിയാണ് ഇതെല്ലാം തുറന്നു പറഞ്ഞത്. ഇനിയും ഒരുപാട് പരാതികൾ വരാണ്ട്
മുകേഷിന്റെ കാര്യത്തിലൊന്നും മുകേഷ് പാർട്ടിയുടെ മെമ്പർ പോലും അല്ല. ഒരു ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് മത്സരം ജയിച്ച ആളാണ്. അയാൾ എന്ത് അറിവെടുക്കാനാ? മുകേഷിനോട് എന്ത് നടപടി എടുക്കാനെന്ന് ചോദിച്ചാൽ സമാനമായ നടപടികൾ മുകേഷിനെതിരെ എടുത്തുകൂടെ? മുകേഷിനോട് ഈ MLA സ്ഥാനം രാജിവെക്കാനടക്കമുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ പറയാമല്ലോ. കുന്നപ്പള്ളിയും മറ്റേ അല്ല, അതാ ഞാൻ ചോദിച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ രണ്ടു കൂട്ടർക്കുമില്ലേ? അപ്പോൾ ഞങ്ങളാണ് മാതൃകാപരം എന്നൊക്കെ പറയുമ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാനില്ലേ? എനിക്ക് കൊല്ലാൻ എത്ര സമയം വേണമെന്നാ ചോദിച്ചേ ഈ പെണ്ണിനോട് ഈ രാഹുൽ മാങ്കൂട്ടം. താങ്കള് അളക്കത്ത് അതുപോലെ 2 മാസം മുമ്പ് ഷാഫി പറമ്പിലുള്ള ഒരു യുവതി പരാതി തീവ്രത കുറഞ്ഞ പരാതി എന്നാ ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഷാഫി അങ്ങനെ പറഞ്ഞു തീവ്രത കുറഞ്ഞ പരാതി? തീവ്രതയുടെ വിഷയം ഇടതുപക്ഷത്തിനല്ലേ തീവ്രത കുറഞ്ഞത് തീവ്രത കൂടിയത് എന്നൊക്കെ ഉള്ള ആരോപണമുണ്ട്, അല്ലാതെ വലതുപക്ഷത്തിനല്ലോ. ശ്രദ്ധിക്കേണ്ടിയായിരുന്നു. ഇന്നലെ തീവ്രത കുറഞ്ഞാന്ന് ആയിക്കോട്ടെ. എന്തായാലും തീവ്രത കുറഞ്ഞ സംബന്ധിച്ച ആരോപണങ്ങളുള്ളത് ഇടതുപക്ഷത്തിന് നേരെയാണ്. എന്തായാലും അതോടെ ഇരിക്കട്ടെ. ശരി, ശ്രീ ജോസ് ആണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ ജോസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇരുകൂട്ടരും ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അത് വോട്ടാക്കാനും അല്ലെങ്കിൽ എതിരാളികളെ പ്രതിരോധത്തിലാക്കാനുമാണ്. യഥാർത്ഥത്തിൽ ഇത് ആർക്കാവും തിരിച്ചടിയാവുക? നമസ്കാരം. അതെ, വോട്ടല്ല ഇതിൽ പ്രശ്നം. കേരളത്തിലെ ജനങ്ങള് ഈ ശരിക്കുമുള്ള ജനജീവിതം മൊത്തം ദുസ്സഹമാക്കുന്ന ഈ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് കടത്തിവിട്ടു. അതായത് ജനങ്ങളെ എങ്ങനെ ഒരു പെൺകുട്ടികളൊക്കെ ധൈര്യമായിട്ടൊരു ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഇവരുടെ കൂട്ടത്തിലേക്ക് പറഞ്ഞു വിടുന്നത് ചിന്തയിലേക്കായി. ഇപ്പം ഓരോ സ്ത്രീകളും പോകുന്നു. ആരാണ് നല്ല സുന്ദരിയായ പെണ്ണ അപ്പത്തിന് ഫോൺ നമ്പർ മേടിക്കുന്നു, വിളിക്കുന്നു, കൊണ്ടുപോകുന്നു, പീഡിപ്പിക്കുന്നു, എന്നിട്ട് ചവിട്ടിക്കൊല്ലു എന്ന് പറയുന്നു. അപ്പൊ അവര് തന്നെ സംരക്ഷിക്കുന്നു. ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് കർണാടകയിലാണെന്ന് പറയുന്നത്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ്സുകാര്. അവിടുത്തെ കോൺഗ്രസ്സുകാരുടെ കേരള പോലീസ് ശ്രീ ജോസ്, ഈ കേരള പോലീസിന് ആ പെൺകുട്ടി പരാതി പോടാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത സമയം പോലെ അറിയുന്നല്ലേ? അപ്പൊ കേരള പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ കേരള പോലീസ് നോക്കിക്കൊണ്ടിരുന്നോ? അതോ കേരള പോലീസിന് അറിയാമായിട്ട് അറസ്റ്റ് ചെയ്യാത്തതാണോ? അതല്ല, അതിനു മുമ്പാണ് അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും പരാതി കിട്ടി. പരാതി കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ അന്വേഷണം ആരംഭിച്ചിരുന്നത് താങ്കൾക്ക് അറിയാമല്ലോ. പരാതി കിട്ടാൻ പോകുന്നു, മുഖ്യമന്ത്രിയെ കാണാൻ ആ പെൺകുട്ടി എത്തുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ കേരള പോലീസിന് ഇൻഫർമേഷൻ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ അപ്പോൾ മുതൽ അയാളെ അവരുടെ സർവൈലൻസിൽ നിർത്തില്ലേ? അവർ കൃത്യമായ അവരെവിടെയാണെന്ന് ഒരു MLA ക്ക് അങ്ങനെ ഒളിച്ചും പാത്തും പോകാൻ പറ്റുമോ? പരാതിക്കാരി പരാതി കൊടുത്ത് 5 മിനിറ്റ് 10 മിനിറ്റിനകം മുങ്ങുന്നു. പരാതിക്കാരി 10 മിനിറ്റ് മുങ്ങാതിരിക്കാനല്ലേ പോലീസിന്റെ ജോലി? ആ 10 മിനിറ്റ് മുങ്ങില്ലല്ലോ. പരാതി വാർത്ത പുറത്തു വന്നതിന് ശേഷമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയത്തുള്ളൂ. അതിനു മുമ്പ് കേരള പോലീസ് അറിഞ്ഞില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാനൊരു പരാതി കൊടുത്തു, സാറും പരാതി കൊടുത്തു. അതിനല്ല വാല്യൂ ആ പെൺകുട്ടി കൊടുത്താണ്. ആ പെൺകുട്ടി കൊടുത്ത പരാതിക്ക് വേണ്ടി ആ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകുന്ന വിവരമെല്ലാം നേരത്തെ അറിഞ്ഞതല്ലേ? അപ്പോൾ അന്നേരം ഇയാൾ മുങ്ങാൻ സാധ്യതയുള്ളെന്ന് അറിഞ്ഞ് അയാളെ എവിടെ പോകുന്നറിയാൻ ശ്രദ്ധിക്കാൻ ആളിനെ നിർത്തേണ്ട ഉത്തരവാദിത്തം കേരള പോലീസിനില്ലേ? അയാൾ ആ നിമിഷം വരെ ഞാൻ സത്യസന്ധനാണ്, ഞാൻ നിയമത്തിന്റെ വഴിയുള്ളൂ, നിയമമാണ് പരമോന്നതം, ഞാൻ നിയമം വിട്ടൊന്നും ചെയ്യില്ല, ഞാൻ നിയമം വിട്ട് ഒരു പരിപാടി ഒരു ബോധ്യത്തിലും പോയിട്ട് എന്റെ ബോധ്യത്തിൽ നിന്ന് ഞാൻ ഇന്ത്യൻ നിയമസംഹിതയിൽ ജീവിക്കുന്നവനാണെന്ന് വെല്ലുവിളിച്ചോണ്ടിരുന്നവൻ നിമിഷ നേരിടെ മുങ്ങി എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ ചോദിച്ചാൽ ഈ മുങ്ങുന്നവരെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം കേരള പോലീസിനില്ലേ? ഉണ്ട്. കർണാടകയിൽ അണ്ടർഗ്രൗണ്ട് കർണാടക പോലീസിലെ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് എങ്ങനെ കടന്നു? കേരള പോലീസ് ഒത്താശ ചെയ്ത് കൊടുത്തോ? എങ്ങനെ കടന്നു? നിമിഷം അതായത് ബോർഡറായ ബോർഡർ ആയാലും അങ്ങനെ ഒരാൾക്ക് കടക്കാൻ കഴിയുമോ? ഒരു ബോർഡറിനകത്ത് ഓടി വന്ന് ഒരു MLA ക്ക് കടക്കാൻ കഴിയുമോ? MLA അതിന് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് വരെയും അവിടെ പൊതുസഭ പരിപാടി സജീവമായിട്ട് നിന്ന ആളല്ലേ? ആ പോലീസുകാർ എന്ത് ചെയ്യായിരുന്നു? ബാലിശമായിട്ട് പറഞ്ഞില്ല. അല്ല, ബാലിശമല്ലല്ലോ ശ്രീ ജോസ്. എന്റെ ഒരു സംശയം, ഇയാൾക്കെതിരെ അന്വേഷണം തുടങ്ങിയിട്ട് 2-3 മാസമായി. അന്വേഷണം നടക്കുന്നു കേരള പോലീസ്. ഈ പെൺകുട്ടി പരാതി കൊടുക്കാൻ വരുന്നു എന്നുള്ളത് കേരളത്തിലെ എല്ലാ ചാനലുകളും പത്രങ്ങളും എല്ലാം കൊടുത്തു. ആ കൃത്യസമയം എന്തായാലും ഞങ്ങളെക്കാൾ മുമ്പേ ആദ്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഓഫീസിലാണല്ലോ, ഓഫീസിൽ അറിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ കേരള പോലീസ് പറഞ്ഞിട്ടുണ്ട്. ആ കേരള പോലീസ് ആ സമയത്ത് അറിയുമ്പോഴൊക്കെ ഇയാൾ പൊതുപരിപാടിയിലും പുറത്തുകൊണ്ട് അന്നേരം ഒന്നും അവിടെ നിരീക്ഷണത്തിന് സംവിധാനമൊന്നും ഏർപ്പെടുത്തിയില്ലേ? അതോ കേരള പോലീസ് അത്ര ദുർബലമാണോ? ശ്രീ ജോസാണ്. ശ്രീ ജോസ് കട്ടിയായിട്ട് പോയെന്ന് തോന്നുന്നു. ശ്രീ പീതാംബരനാണ്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ആർക്ക് ഗുണമാകാനാണ് സാധ്യതയുള്ളത്? 2 കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ടെടുപ്പിൽ അവർക്ക് അനുകൂലമാക്കാൻ വേണ്ടിയാണ്. അതെ, ഹലോ, പറഞ്ഞോളൂ. ഇതിപ്പോ 100% എന്ന് പറയാൻ പറ്റില്ല. ഒരു നല്ലൊരു ശതമാനം ഇത് LDF ഗുണം ചെയ്യും, ഒരു ചെറിയ ശതമാനം BJP ഗുണം ചെയ്യും. ഇതോടുകൂടി കോൺഗ്രസിന്റെ പേര് ചീഞ്ഞുപോയി.
ഇനി ഈ സാധനം എത്ര വളം പൊട്ടി വെച്ചാലും ഈ സാധനം പൊങ്ങി വരില്ല. കാരണം സ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു കാലാവസ്ഥ. കോൺഗ്രസ് അതിനെ താളം പിടിച്ചു കൊടുക്കുന്നു. കെ സുധാകരൻ എവിടെ ഇപ്പ? കെ സുധാകരൻ എന്താ പറഞ്ഞിരുന്നത്? ഇത് ഒളിവിൽ കൊണ്ടുപോയാൽ കെ സുധാകരൻ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ഒളിവിൽ കൊണ്ട് ഇരുത്തി കഴിഞ്ഞിട്ട് പോലീസിനോട് പിടിക്കാൻ പറയുന്നത് എന്ത് വകതിരിവുകളാണ്? ശ്രീ പീതാംബരൻ, ഒളിവിൽ പോവും, ഒരു പ്രതി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒളിവിൽ പോവും തിരിച്ചറിയാനും അയാളെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താനും ഒന്നും കഴിയില്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ കേരള പോലീസ് ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല, കേരള പോലീസ് ഇപ്പൊ എന്തോരം കേസ് പിടിച്ചിട്ടുണ്ട് ഇവിടെ. എന്തോരം കേസിന്റെ ഏറെ അല്ലല്ലോ, ഈ കാര്യത്തിൽ എന്താണ് പിടിക്കാത്തതെന്നാണ് നമ്മുടെ ചോദ്യം. ഒരു MLA 9 ദിവസമായിട്ട് ഒളിവിലാണെന്ന് പറയും. നാണമാവില്ലേ കേരള പോലീസ്? അതെ, ഇത് നാണക്കേടുമില്ല. അതെന്താണ്, കേരള പോലീസ് അത്ര ശേഷിയില്ലേ? അല്ല, അത് ഞാൻ പറയുന്നത് കോൺഗ്രസിനൊരു ബാധ്യതയില്ലേ? കോൺഗ്രസ് ആണോ ഇയാളെ പിടിക്കേണ്ടത്? പോലീസ് അല്ലയോ? കോൺഗ്രസിനാണോ പിടിക്കേണ്ട ഉത്തരവാദിത്തം? മാന്യതയുണ്ടെ പിടിച്ചു, മാന്യതയുണ്ടെ ഇന്നാണെന്ന് പറയണം, ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയണം. അതെ, കോൺഗ്രസ്സുകാർക്ക് എങ്ങനെ അറിയാൻ പറ്റും? കോൺഗ്രസ്സുകാർക്ക് അവര് തന്നെ ഒളിപ്പിച്ചേക്കണത്. അവരെ ഒളിപ്പിച്ചേക്കുന്നെങ്കിൽ അത് പിടിക്കാനുള്ള സംവിധാനം കേരള പോലീസിന് വേണ്ടേ? കേരള പോലീസ് പിടിക്കാനുണ്ട്, കോൺഗ്രസ്സുകാർ പിടിച്ചു തന്നാലേ പ്രതിയെ പിടിക്കത്തുള്ളൂ എന്ന് പറയാമെങ്കിൽ അതിൽ പരം നാണക്കേട് വല്ലതും ഉണ്ടോ? അല്ല, പോലീസുകാർ ലൊക്കേഷൻ നോക്കി അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് മാറുന്നു. എന്തിനാണ് ഈ ലൊക്കേഷൻ നോക്കാൻ നിൽക്കുന്നത്? അതിനു മുമ്പ് തന്നെ അയാൾ പരസ്യമായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് മുതൽ അയാൾക്ക് നിരീക്ഷണ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ അനങ്ങുന്ന അറിയാൻ കഴിയില്ലേ കേരള പോലീസിന്? അല്ല, ഉണ്ടായിരുന്ന സമയത്ത് ആർക്കും സംശയമില്ല, ഇത് തെരുവോ തെറ്റോന്ന് ആരും അറിഞ്ഞില്ലായിരുന്നു. അയ്യോ, എത്ര നിഷ്കളങ്കമായിട്ടൊക്കെ ചിന്തിക്കാതെ ശ്രീ പീതാംബരൻ. കേരള പോലീസിനല്ല, കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അക്കാര്യത്തിലൊരു ബോധ്യമുണ്ടായിരുന്നു. പരാതി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അറസ്റ്റ് ഉണ്ടാകുമെന്നും അറസ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ഇവരൊക്കെ മുങ്ങുമെന്നും ഒക്കെ ഏത് സാധാരണക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കേരള പോലീസിന് അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അല്ല, അത് അറിഞ്ഞുകൂടാന്നല്ല, അത് ആ സമയത്ത് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് മിസ്റ്റർ? ആ സമയത്ത് പരാതി കിട്ടിയാൽ തൊട്ടടുത്ത മിനിറ്റ് തന്നെ അറസ്റ്റ് ചെയ്യാൻ സംവിധാനമില്ലേ? അല്ലെങ്കിൽ എവിടെ പോകുന്നത് കണ്ടെത്താനുള്ള സംവിധാനമില്ലേ? സമയം തന്നില്ലല്ലോ. അപ്പൊ കേരള പോലീസിനേക്കാൾ വിദഗ്ധനാണോ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ? നല്ല പാകവയ്പ് ഇത് പറയാനുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവൻ ആരാണെന്ന് എഴുതിയിരിക്കണ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ. ശരി, എന്തായാലും താങ്കൾ കേരള പോലീസിനെ അത്രത്തോളം മോശമാക്കേണ്ട കാര്യമില്ല. കേരള പോലീസ് അത്ര മോശക്കാരൊന്നും അല്ല. അവർക്ക് പിടിക്കണമെന്ന് വിചാരിച്ചാൽ അവർക്ക് പിടിക്കാൻ കഴിയുന്ന ദൂരത്ത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നത് വ്യക്തമാണ്. അതിന് യാതൊരു സംശയവുമില്ല. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാവും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം രണ്ടു കൂട്ടരും അവകാശപ്പെടുന്നത് അവർക്ക് ഗുണമാവും എന്നാണ്? ആർക്കാവും ഗുണപ്പെടാൻ സാധ്യത? നമസ്കാരം സാർ. അതായത് പിന്നെ ആധുനികമായിട്ടുള്ള നല്ല സാറ് പറഞ്ഞ പോലെ ആധുനികമായിട്ടുള്ള പല സജ്ജീകരണങ്ങളും ഉണ്ട്. അപ്പം കേരള പോലീസിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ, നല്ല ക്ലവറായി ആയിട്ടുള്ള നല്ല ബോൾഡ് ഹിമ്മത്ത് താക്കത്തുള്ള കൂട്ടർ. അപ്പൊ ഇതെന്താ പിടിക്കാതെ ഇന്നലെ പിന്നെ മൂപ്പർ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടൻ നടക്കുന്ന ഫോക്സിന്റെ ക്ലവറാ. എങ്ങനെയാന്ന് പറഞ്ഞാല് പിന്നെ ഇന്നലെ ചാനലുകാർ എല്ലാം പറ്റിച്ചു. അപ്പൊ എന്തായാലും ഇയാള് അഥവാ കോടതി തെളിയിക്കട്ടെ, പിന്നെ ഇയാള് നിരപരാധിയായിരുന്നു. ഇപ്പം ജാമ്യം നിശ്ചയിച്ചു, ഡെയിലി പിന്നെ നിശ്ചയിച്ചു ബഹുമാനപ്പെട്ട കോടതി. അപ്പൊ ഇനിയിപ്പം തന്റെ അടുത്തുകൂടി കറേജ് ആയിട്ട് ഇനി ഇയാൾക്ക് ഒരു ഫ്യൂച്ചർ വേണ്ടേ? തെറ്റ് മനുഷ്യ സഹജ. പക്ഷെ ഇത് ആളിക്കത്തിച്ച്, അതായത് ആളിക്കത്തി ചങ്ങായി മാത്രം രണ്ട് പിന്നെ പെൺകുട്ടികളെ വന്ന് സെലിബ്രിറ്റീസിനെ വന്ന് ഫോട്ടോ എടുപ്പിച്ച് ഇതാക്കി പിന്നെ വിളിക്കാതെ സബ്ജക്ട് കൊണ്ടും വരുന്ന പോലെ ഈ സസ്പെൻഷനിലുള്ള ചങ്ങായി എന്തോനെടുത്ത് പിന്നെ വോട്ട് പിടിക്കാൻ നടന്നു. അപ്പോ ആ പാർട്ടി പറയണ്ടേ, ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ പോലെ കളങ്കിതനായ ഒരാൾ വോട്ട് പിടിക്കാൻ വരണ്ട എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ ആ പാർട്ടിക്ക് വേണ്ടേ? അതെ സാറേ, ശരിയല്ല. മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, ധീരവനിത ഇന്ദിരാഗാന്ധിന്റെ ഒരു പാർട്ടിയല്ലേ? ഇതിൽ മാന്യന്മാരല്ലേ, എത്രയോ മാന്യ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല 99.9 കോൺഗ്രസിൽ മാന്യം ഉള്ള ആൾക്കാരുണ്ട്. അപ്പോ അവര് പറഞ്ഞാലും നിൽക്കുന്നില്ല. ഇവരുടെ തന്നെ ശരി. ശ്രീ സന്തോഷാണ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ രണ്ടുപേരും ഒരേപോലെ അവകാശപ്പെടുന്നു. കോൺഗ്രസ് പറഞ്ഞ ഞങ്ങൾ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നു. CPM അപ്പോൾ കോൺഗ്രസിലെ MLA-മാരെ ചിലരെ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കുന്നു, അവരൊക്കെ ഇപ്പോഴും കോൺഗ്രസിലല്ലേ എന്ന് ചോദിക്കുന്നു. രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ആർക്കായിരിക്കും ഗുണം ചെയ്യുക? സാർ, പൊതുവെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ യുവാക്കൾക്ക് ഈ രാഷ്ട്രീയത്തോടുള്ള താല്പര്യം കുറഞ്ഞു, വിശ്വാസം കുറഞ്ഞു. കാരണം നമ്മൾ ഈ ജനാധിപത്യ രാജ്യത്ത് ജയിപ്പിച്ച് വിട്ടിട്ട് അവർ MLA-മാർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇത്തരം പരിപാടികൾ കാണിക്കുന്നത് ഈ നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പൊ നിലവില് എം വിൽസന്റ്, എം മുകേഷ്, എൽദോസ് കുന്നപ്പള്ളി, രാഹുൽ മാങ്കൂട്ടം എന്നീ 4 സിറ്റിംഗ് MLA-മാരാണ് ഈ ആരോപണ വിധേയരായിട്ടുള്ളത്. അപ്പോൾ ഇത് പൊതുജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനിവരെ ജയിപ്പിച്ചു വിടുന്നു? അത് AK ആന്റണി സാറ് ഒരു 10-15 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നു, യുവാക്കൾക്ക് ഇന്ന് രാഷ്ട്രീയത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അത് ഈ നഷ്ടപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള നേതാക്കന്മാരാണ്. അവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പൊതുജനം കഴുതയല്ലെന്ന് അറിയണം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സന്തോഷ്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ ശരത്താണ് ബാലരാമപുരത്തുനിന്നും. ശ്രീ ശരത്ത്, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത്, ഈ കേസിൽ ഇപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരാളായിരുന്നു ഇതിനകത്ത് പെട്ടെന്നെങ്കിൽ ഇപ്പോൾ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കാരണം ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാതെ ഒരാൾക്ക് ഇത്രയും നാള് ഒളിവിൽ കഴിയാനോ അല്ലെങ്കിൽ പാർട്ടിപരമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള സഹായം കിട്ടാതെ ഒന്നും ഇങ്ങനെ ഒളിവിൽ ഇത്രയും നാൾ കഴിയാൻ പറ്റത്തില്ല. മാത്രമല്ല, ഈ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇനിയിപ്പോ ഈ ഇലക്ഷൻ വരികയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ്, BJP പോലുള്ള പാർട്ടികൾക്ക് കയറി വരാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടെ ഇത് വരും രാഷ്ട്രീയപരമായിട്ട്. കാരണം കോൺഗ്രസിന് ഇപ്പൊ ഇതാകെ ഒരു ക്ഷീണം ആയിരിക്കുക. കാരണം അവിടെ യൂത്തായിട്ട് നിൽക്കേണ്ട ആൾക്കാരാണ് ഇപ്പൊ ഇതിനകത്ത് പെട്ടിരിക്കുന്നത് കൊണ്ട് രാഷ്ട്രീയപരമായിട്ടും അവർക്ക് വലിയ ബുദ്ധിമുട്ട് ഇതിനകത്ത് ഉണ്ടാവും. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ശരത്ത്. നമുക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മറ്റ് റഹീമാണ് പെരുമ്പാവൂരിൽ നിന്ന്. ശ്രീ റഹീം, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇരുകൂട്ടരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പഴയ ചില കേസുകൾ എടുത്ത് രണ്ടുപേരും ചോദിക്കുന്നു, നിങ്ങളുടെ A ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ B അങ്ങനെയല്ലേ എന്ന് തിരിച്ചു ചോദിക്കാൻ രണ്ടു കൂട്ടർക്കും ആളുകളും കേസുകളും ഒക്കെ എന്തായാലും ഉണ്ട്. അപ്പോൾ ഏത് പാർട്ടിക്കാവും ഇത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുക? ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ? ഇത് ശരിക്കും പാർട്ടികളെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാണിത്. അത് സ്വാഭാവികമല്ലേ? ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം വിഷയമുണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയമായി ഏത് പാർട്ടിയാലും ഉപയോഗിക്കില്ലേ? ശരിക്കും ഇടതുപക്ഷ ഗവൺമെന്റ് ഇതൊരു നിയമസഭയ്ക്ക് മുൻപ് കൊണ്ടുവരാനിരുന്ന കേസാണിത്. പക്ഷെ ശബരിമല കേസായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രശ്നമാവും അറിഞ്ഞപ്പോൾ അവർ നേരത്തെ കൊണ്ടുവന്ന വിഷയമാണിത്. അല്ല, ഈ പരാതിക്കാരി വരാതെ ഇടതുപക്ഷ മുന്നണിയായാലും വലതുപക്ഷ മുന്നണിയായാലും കേസെടുക്കാൻ കഴിയുമോ? പരാതിക്കാരി എന്തായാലും ഇടതുപക്ഷക്കാരി എന്നുള്ള ലേവലൊന്നും ഉള്ള ആളായിട്ട് ഇതുവരെ ആർക്കും അറിയില്ല. പരാതിക്കാരിനെ മുന്നേ കണ്ടിട്ടുണ്ട്. എല്ലാം ഇത് പ്ലാനിങ് ആണ്. ഇത് നിയമസഭയ്ക്ക് മുൻപ് കൊണ്ടുവരുന്ന സംഭവമാണിത്. പക്ഷെ ശബരിമല ഒരാളാണോ ഇത് ശ്രീ റഹീം? ഒരാൾ പറയുമ്പോൾ ഇത്രയും പേരെ നാട്ടിലൊരു 10-15 പെൺപിള്ളേരെ ഇങ്ങനെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണോ ഇയാൾക്കെതിരെ പരാതി പറയാൻ CPM? അതല്ലല്ലോ. ആ MLA-യുടെ പേരിൽ നേരത്തെ കേസ് എടുക്കേണ്ടായിരുന്നു. ഇത് തുടക്കം തന്നെ ചെയ്യേണ്ടായിരുന്നു. നേരത്തെ കേസെടുക്കാൻ ആരെങ്കിലും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ലായിരുന്നു? മറ്റ് ആദ്യം പരാതി പറഞ്ഞ റിനി അടക്കം പറഞ്ഞത്, എനിക്കിത് പൊതുസമൂഹത്തിന് മുന്നിലും കോൺഗ്രസ് പാർട്ടിക്ക് മുന്നിലും ഉന്നയിക്കണം, അത്തരം ഒരു തിരുത്തലുകൾ ഇയാൾ വരുത്തണം, ഇയാളെ പോലെയുള്ള ആളുകളെ തിരിച്ചറിയണം, പക്ഷേ ഞാൻ നിയമപരമായി നിൽക്കാൻ എനിക്ക് തയ്യാറില്ല എന്നാണ് അവരാദ്യം തന്നെ വ്യക്തമാക്കിയത്. അത് ഓരോരുത്തരുടെ നിലപാടാണ്. എങ്ങനെ അവരാണ് പക്ഷേ ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ അതിനെതിരെ അതൊരു തെറ്റാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടികളല്ല നിയമപരമായിട്ട് ഇങ്ങനെയുള്ള അതെങ്ങനെയാണ് തെറ്റാവുന്നത് ശ്രീ റഹീം? അതെങ്ങനെയാണ് തെറ്റാവുന്നത്? ഒരു പെൺകുട്ടി പറഞ്ഞു എന്നോട് അയാൾ മോശമായി പെരുമാറി, അല്ലാതെ അവർക്ക് നേരെയുള്ള മറ്റ് ലൈംഗിക അതിക്രമമോ മറ്റോ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു ഇങ്ങനെ മോശമായി പെരുമാറുന്നത് ഇങ്ങനെ ഒരാൾ ചെയ്യുന്നത് ശരിയല്ല. ഇവര് പാർട്ടികളിലല്ല സമീപിക്കേണ്ട, നിയമപരമായിട്ട് പോലീസ്. അത് അവരുടെ ഇഷ്ടമല്ലേ ശ്രീ റഹീം? അവര് മാധ്യമങ്ങളോടല്ലേ തുറന്നു പറഞ്ഞത്? അവര് പാർട്ടി നേതാക്കളോട് പറഞ്ഞിട്ട് അവർ നടപടി എടുത്തില്ല. പാർട്ടി നേതാക്കളെ അവരെ സഹായിക്കാനല്ലേ നോക്കുള്ളൂ. ഇപ്പൊ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കാനേ നോക്കുള്ളൂ. അത് തെറ്റല്ലേ എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസ്സുകാർ പറഞ്ഞ് ഞങ്ങൾ സഹായിക്കുന്നില്ലെന്നാണ് അവർ ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നത്. അല്ല, ഇപ്പൊ അവർക്ക് പറയാം, കാരണം അവർ പുറത്താക്കി. ഇപ്പൊ അവർക്ക് പറയാം, ഞങ്ങള് വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് ഞങ്ങൾ പുറത്താക്കിന്ന് ഇപ്പൊ പറയാം. പക്ഷെ ഇതിനകത്ത് കുറെ വീഴ്ച പറ്റി പാർട്ടിക്ക്. അത് നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു. ആദ്യം തന്നെ പരാതി വന്നപ്പോൾ തന്നെ MLA-നെ മാറ്റി നിർത്തിയിട്ട് അന്വേഷണം പോലീസിലേക്കോ അല്ലെങ്കിൽ കോടതിയിലേക്കോ മൂവ് ചെയ്യേണ്ടായിരുന്നു. അതൊരു തെറ്റുപറ്റി. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കളിലേക്ക് പോകും മുമ്പ് നമുക്ക് വളരെ വേഗത്തിൽ യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി ഒന്ന് വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. എല്ലാറ്റിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ, 2 ദിവസം കഴിയട്ടെ എന്നാണ് സദാനന്ദൻ കെ പറയുന്നത്. പ്രമോദ് നാണു പറയുന്നു, നേരിയ മുൻതൂക്കം കോൺഗ്രസിനുണ്ടായിരുന്നു, പെൺവാണിഭക്കാർ കാരണം കോൺഗ്രസ് തകരും, BJP വലിയ മുന്നേറ്റം നടത്തും, പാലോട് രവി പറഞ്ഞത് നടക്കും എന്നൊക്കെ പറയുന്നുണ്ട് പ്രമോദ് നാണു. രഘുനന്ദനൻ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കോൺഗ്രസ് കൈകാര്യം ചെയ്ത രീതി അവർക്ക് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ദോഷം ചെയ്യുമെന്നാണ് രഘുനന്ദനൻ തിരുവില്ലാമാരം പറയുന്നത്.
മറ്റെന്തോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു. ധർമ്മസ്ഥല കർണാടകം ചർച്ച ചെയ്ത പോലെ തിരുപ്പുറം കുണ്ട്രം തമിഴ്നാട് ചർച്ച വേണ്ട എന്ന് ചോദിക്കുന്നു. ഈ സ്പീഡ് സ്വർണ്ണക്കൊള്ള കേസ് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ള ചോദ്യവും ഒരാൾ ഉന്നയിച്ചിരിക്കുന്നു. അയാളുടെ പേര് പെട്ടെന്ന് കാണുന്നില്ല. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചകൾ നടക്കട്ടെ. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇരു മുന്നണികളും ഒരുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഞങ്ങളാണ് മാതൃക എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. കുറ്റക്കാർ നിങ്ങളാണ് എന്നും പറയുന്നു. അതിൽ ആരുടെ ഭാഗത്താണ് കൂടുതൽ ന്യായമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇയാൾക്ക് അച്ഛനും അമ്മയൊക്കെ ഇല്ലേ? വീട്ടിൽ ഇങ്ങനെ അലഞ്ഞു തിരിക്കുന്ന ആളാണോ ഈ MLA ആയിരിക്കുന്ന മുമ്പേ? അതാണ് എന്റെ ചോദ്യം. പിന്നെ ഈ ഇവിടെ മുമ്പ് പറഞ്ഞില്ലേ MLA ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹത്തിന് പ്രശ്നം ഇടതുപക്ഷ കാലത്ത് മാത്രമല്ലല്ലോ, UDF-ന്റെ അകത്തുള്ള ആളല്ലേ അദ്ദേഹം. അതേക്കുറിച്ച് UDF അതിനെപ്പറ്റി കോൺഗ്രസ് സംസാരിക്കാത്തത്, അതൊക്കെ മറച്ചു വെക്കുന്നില്ലേ? അപ്പൊ CPM-നെ മാത്രമാണ് അവർ വേട്ടയാടാൻ നോക്കുന്നത്. അതുകൊണ്ട് ലീഗിനെ നേതാക്കുന്ന ഈ അഭിപ്രായം പറയാത്തത് നിങ്ങളെന്താ ചോദിക്കാത്തത്? കുട്ടിയുടെ വിഷയമൊക്കെ അത് പിന്നീട് കേസ് മാറുകയും ഒക്കെ ചെയ്തതല്ലേ? അതിലിപ്പോൾ അതിനി ചർച്ച ചെയ്തുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ? അതിനി ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല. അല്ല, നിങ്ങൾ ഈ കാര്യത്തിന് എന്താ മാങ്കൂട്ടത്തിനെ പറ്റി എന്താ ലീഗിനോട് ചർച്ച ചെയ്തിട്ടില്ലല്ലോ? അവരോട് ചോദിച്ചോ എന്താ ഇങ്ങനെ? ഓരോ പാർട്ടിക്ക് അവരുടെ താല്പര്യമില്ല, അവർക്ക് അഭിപ്രായം പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാം. പാർട്ടി അല്ലാതെ ചെയ്യുന്നത്, പാർട്ടി ചെയ്യുന്നതല്ല, ഒരു വ്യക്തി ചെയ്യുമ്പോൾ UDF-ന്റെ ആൾക്കാരുടെ ചെയ്ത്. കാരണം ഇദ്ദേഹത്തിന് MLA നിലയ്ക്ക് ഇപ്പൊ എല്ലാ ആനുകൂല്യം പറ്റുന്നില്ലേ? അപ്പൊ അത് തടഞ്ഞു വെക്കണ്ടേ? അല്ല, അവർ തിരിച്ചു ചോദിക്കുന്നില്ലേ? മുകേഷും ഒക്കെ MLA നിലയ്ക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം പറ്റുന്നില്ലേ? ഏതെങ്കിലും നടപടി സ്വീകരിച്ചോ എന്നുള്ള ചോദ്യം തിരിച്ചും ചോദിക്കുന്നില്ലേ? അത് സർക്കാരിന് ചെയ്യണം, കോടതിക്ക് കൊടുക്കണം. ഇത് ഇത്രയും കാര്യങ്ങൾ എന്താക്കാം? അത് തന്നെയല്ലേ ഇപ്പോഴും നടക്കുന്നത്? അത് തന്നെയല്ലേ? അപ്പോൾ ഇതും കോടതി തീരുമാനിക്കട്ടെ എന്നിട്ടാവാം എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അയോഗ്യത കൽപ്പിക്കണം. അത് അതിന് പരാതി കൊടുത്തിട്ടില്ല എല്ലാവരും. അയോഗ്യത കൽപ്പിക്കണം. മുകേഷിനെതിരെയുള്ള പരാതിയും ഒക്കെ കോടതിയിലുണ്ട്. മുകേഷിന്റെ ഉണ്ട്, ഇദ്ദേഹത്തിന്റെ കൊടുത്തോ? ഇദ്ദേഹത്തിന്റെ വേറെ കോടതി മാറിയല്ലേ ബിജു അറിയാം. ശരി സൂപ്പി. ശ്രീ അബ്ദുൽ ലത്തീഫാണ്. ശ്രീ അബ്ദുൽ ലത്തീഫ് പട്ടാമ്പിയിൽ നിന്നാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ ഏത് മുന്നണി പറയുന്നതായിട്ടാണ് കൂടുതൽ ശരിയുള്ളത്? എനിക്ക് തോന്നണതേ പറഞ്ഞോളൂ. കോൺഗ്രസിന് വിറ്റിട്ട് കുറെ മാധ്യമങ്ങൾ അന്തസ്സായിട്ട് കാശുണ്ടാക്കുന്നുണ്ട്. എങ്ങനെ കാശ്? കോൺഗ്രസിന് ആരിലും പൈസ തരുമോ നമുക്ക്? അല്ല, ഇത് യൂട്യൂബ്, ഇത് പിന്നെ റീച്ച്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ നിങ്ങൾ രാത്രിയാകുമ്പോ പച്ചക്കള്ളം ഇന്നലെ ഈ വാർത്തയായിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചിട്ട് പണ്ട് തിരുവനന്തപുരത്തേക്ക് സരിതയുടെ കേസുമായിട്ട് പിണറായി വിജയൻ, ഇന്നത്തെ മുഖ്യമന്ത്രി, നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ വരെ പിന്നെ രാത്രിയില് പോയി സമരം ചെയ്ത് തിരുവനന്തപുരം ആകെ നാട്ടിച്ച ഒരു കഥ ഉണ്ടല്ലോ. അതുപോലെ ഇന്നലെ നിങ്ങൾ തെറ്റായ ഒരു പ്രചരണം നടത്തി. ഞങ്ങളെന്താണ് തെറ്റായ പ്രചരണം നടത്തിയത്? രാഹുലിനെ പിടിച്ചു, രാഹുലിനെ പിടിച്ചു എന്നല്ല ഞങ്ങൾ നാളെ വാർത്ത വിളിക്കുന്നത്. രാഹുൽ പോലീസ് പിടിയിൽ എന്ന സൂചന എന്നുള്ള വാർത്തകളാണ് വന്നത്. അത് ഇന്നലെ രാത്രി അങ്ങനെ ആയിരുന്നു സൂചനകൾ. പോലീസിന്റെ സൂചന എന്ന് പറയണതും പിടിച്ചു എന്ന് പറയണതും നിങ്ങൾക്ക് നിങ്ങളുടെ റീച്ച് കൂട്ടാൻ വേണ്ടിട്ട്. പിന്നെ നിങ്ങൾ ഇങ്ങനൊന്നും നടത്തിയോണ്ടൊന്നും കോൺഗ്രസിനെ അങ്ങോട്ട് വിഴുങ്ങിക്കളയാ, കോൺഗ്രസ് ഇതിൽ തകർന്ന് തരിപ്പണാവും എന്നൊക്കെ വിചാരിക്കുന്ന നിത്യധാരണ മാധ്യമങ്ങൾ. ഇന്ന് നിങ്ങൾ വാർത്താ സമ്മേളനം ശ്രീ ലത്തീഫ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. കോൺഗ്രസ് തകർന്ന അരിപ്പണമാകണമെന്നോ CPM തകർന്ന അരിപ്പണമാണെന്നോ BJP തകർന്ന അരിപ്പണമാണെന്നോ ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല. എന്തായാലും ഞങ്ങളുടെ അജണ്ടയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നാട്ടിലെ വാർത്തയാണെങ്കിൽ ആ വാർത്ത നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട. അല്ല, CPM തർപ്പണമാവണമെന്നോ അല്ലെങ്കിൽ BJP തകർന്ന് തരിപ്പണാവണമെന്നോ ഇന്നത്തെ അജണ്ട ഉണ്ടാവില്ല. അത് ശരിയാണ്. പക്ഷെ കോൺഗ്രസ് തളരണം, തകരണം എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ട്. പിന്നെ ഞങ്ങളാണ് കോൺഗ്രസിനെതിരെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ കണ്ടുപിടിച്ചു വന്ന് വലിയ നേതാവാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് കൊണ്ടുപോയി മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയും എത്രയോ മുതിർന്ന അല്ലെങ്കിൽ എത്രയോ യൂത്ത് കോൺഗ്രസിലും KSUയിലൂടെ ഒക്കെ വന്ന എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ മാറ്റി നിർത്തി ഒരു സുപ്രഭാതത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുകയും ഒക്കെ ചെയ്ത ആളെ മാധ്യമങ്ങളാണോ കൊണ്ടുവന്നത്? മാധ്യമങ്ങളാണോ വളർത്തിയത്? നമ്മളിപ്പോ ഒരാളെ
പിന്നെ ഇത്ര ഈ സംവിധാനങ്ങളൊക്കെ ഇന്ന് കേരളത്തില് ഒരുപാട് പിന്നെ കേരളത്തിലല്ല ലോകം മുഴുവൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. എല്ലാവരും തെറ്റ് ചെയ്തതിന്റെ ശേഷമല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ തെറ്റ് ചെയ്യണതിന് മുന്നേ കോൺഗ്രസ് പാർട്ടി ആയാലും അല്ലെങ്കിൽ ഏത് പാർട്ടി ആവട്ടെ, എന്ത് സംവിധാനം ആവട്ടെ, തെറ്റ് ചെയ്യണതിന് മുന്നേ എങ്ങനെയത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സെക്കൻഡ് ശ്രീ അബ്ദുൽ ലത്തീഫ്, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിലെ സജീവമായ പ്രവർത്തകയായിരുന്നവരടക്കം ഷാഫിയോടക്കം പറഞ്ഞിട്ടുണ്ട് ഇയാളെ പോലെ ഒരാളെ കൊണ്ടുവരരുത് എന്ന് അവർ തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട്. എത്രയോ പേർ മുൻകൂട്ടി ചൂണ്ടിക്കാണിച്ചിരുന്നു ഇയാൾക്കെതിരെ പണ്ട് മുതലായി സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരം പരാതികളുണ്ട്, ഇത്തരം ആക്ഷേപങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. അതെല്ലാം നേതാക്കളോട് പലതവണ പല സ്ത്രീകൾ പറഞ്ഞതായി ഇപ്പോഴവർ തുറന്നു പറയുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും അയാളെ കൊണ്ടുവരികയായിരുന്നില്ലേ? ഈ സമയം ഉണ്ടല്ലോ, ഈ സമയം അവർക്ക് പറയാൻ പറ്റിയ സമയമാണ്. ചില ആളുകൾക്ക് അവർക്ക് അവരുടേതായ ഈ അയപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവരൊക്കെ കോൺഗ്രസിൽ എന്ത് തേങ്ങ ചെയ്തു എന്നാ പറയുന്നത്? നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് കോൺഗ്രസിന്റെ? ഞങ്ങൾക്ക് ഇന്നലെയാണ് അറിയണത്. ഞാനൊക്കെ ഇന്നങ്ങൾ ചോദിച്ചോക്കെ, ഞാൻ അബ്ദുൽ ലത്തീഫ് അത്താണിക്കൽ അല്ലെങ്കിൽ ഞാനൊരു സാധാ പ്രവർത്തന, പക്ഷെ എത്രയോ ആളുകൾ അറിയും. പക്ഷെ ഇവരൊക്കെ ആരറിയും? ഞങ്ങൾക്ക് ഇന്നലെയാണ് അറിയണത്. പിന്നെ അവർക്ക് അയപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നാളെ മാധ്യമത്തിൽ വേറൊരാൾ വന്നിട്ട് പറയും ഞാൻ പെണ്ണായി ജനിക്കാൻ നന്നായി, ഞാനും പറ്റിയായിരുന്നു, എനിക്കും പറ്റിയായിരുന്നു. കാരണം ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ അപവാദം ഉണ്ടാക്കുക, ഒരു അപവാദം നിൽക്കുമ്പോ ഒരുപാട് അതിന്റെ ബാക്കിൽ ഇങ്ങനെ കൊണ്ടുവരിക. താങ്കൾ പറയുന്നത് ഈ വരുന്നതൊക്കെയും വ്യാജമായ അപവാദങ്ങളാണെന്നാണോ? എല്ലാം വ്യാജാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാം വ്യാജാണെന്ന് പറഞ്ഞിട്ടില്ല. വ്യാജമാവാതിരിക്കാം. അങ്ങനെ ഈ അപ്പൊ അങ്ങനെയൊക്കെ ആരോപണം നേരത്തെ ഉള്ളപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് അന്വേഷിക്കണ്ടേ? അന്വേഷിച്ചിട്ട് വേണ്ട അയാളെ പിടിച്ച് സുപ്രധാന സ്ഥാനത്തൊക്കെ ഏൽപ്പിക്കാൻ. നിങ്ങള് ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് അങ്ങനെ ഒരു ആരോപണം കൊടുത്തിട്ടുണ്ടെന്ന് ആളെ മറുപടി പറയാൻ അയക്കണം കേട്ടോ. ഷാഫി പറമ്പലിനായിട്ട് കൃത്യമായിട്ട് സംസാരിക്കുക. കൃത്യമായി ശ്രീ അബ്ദുൽ ലത്തീഫ് വളരെ കൃത്യമായി തന്നെ പറയാം, ആധികാരികതയോടുകൂടി തന്നെ പറയാം, ഞങ്ങളല്ല ഷാഫി പറമ്പലിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ഷാഫി പറമ്പലിനോട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അവരോധിക്കാൻ നിൽക്കുന്ന ഷാഫി പറമ്പിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക കൃത്യമായി തന്നെ ഷാഫി പറമ്പിലിനോട് ഇത് പറഞ്ഞിരുന്നു എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് ആ കോൺഗ്രസ് പ്രവർത്തക തന്നെയാണ്. അവരുടെ ബൈറ്റ് അടക്കം എല്ലാ ചാനലുകളിലും ലഭ്യമാണ്, സോഷ്യൽ മീഡിയയിലടക്കം ലഭ്യമാണ്. ഞാൻ വിളിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഒരു അവസരം തരേ. എന്താണ് ആ ഷഹന എന്ന് പറയുന്ന ഷഹന എന്ന് പറയുന്ന അവരെന്താണ് പറഞ്ഞത്? അതൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു. താങ്കൾ കേട്ടു നോക്കൂ. ഞാനെന്തിനാ പറയുന്നത്? ഷാഫിക്ക് കൊടുത്ത പരാതി അല്ലല്ലോ, നേരിട്ട് പറഞ്ഞു എന്നുള്ള അവർ വ്യക്തമായി പറയുന്നില്ലേ? ഡൽഹിന്ന് അവര് പറഞ്ഞ പരാതി കേൾക്ക്. അവര് ഡൽഹിയിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒപ്പം പോവായിരുന്നു എന്നൊരു മെസ്സേജ് അയച്ചു എന്നാണ് അവർ ഫേസ്ബുക്കില് എഴുതിയതും പറഞ്ഞതും. ഡൽഹിയിൽ നിന്ന് വരുന്ന സമയത്തല്ല പറഞ്ഞത്, വളച്ചൊടിച്ചതല്ലോ. അവർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞല്ലോ, ഒരു കർഷക സമരം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് കോൺഗ്രസ് പ്രവർത്തക അതിൽ ഒരു മിനിറ്റ് അബ്ദുൽ ലത്തീഫ് ഒരു മിനിറ്റ്, ഒരു കർഷക സമരത്തിന് സ്വമേധയാ പങ്കെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തക എത്രത്തോളം ആ സമരത്തോട് പ്രചോദിതയാണ് എന്ന് ആലോചിക്കണം. അങ്ങനെ പങ്കെടുത്ത ഒരു സ്ത്രീയോട് അവിടെ എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒപ്പം പോകാം എന്ന് പറയുമ്പോൾ അല്ല, നമുക്ക് ഒരുമിച്ച് അവിടെ പോകാം എന്ന് പറയുന്നതിന്റെ പിന്നിലെ ഉദ്ദേശമൊക്കെ തിരിച്ചറിയാനുള്ള പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവർ. അതായത് 2021 കർഷക സമരം നടക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. 2021 കർഷക സമരം നടന്നത്. ഇവര് ഈ പിന്നെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ആയി എന്ന് പറയുന്നത് ഈ 2023 ആ കഥയ്ക്ക് അവിടെ നിൽക്കട്ടെ. അതങ്ങനെ കുറെ കഥകൾ ഇങ്ങനെ അടിച്ചിറക്കി വരും. താങ്കൾ എങ്ങനെ ഇത് കഥയാണെന്ന് എങ്ങനെ താങ്കൾ തീരുമാനിക്കുന്നത്? ഞങ്ങൾ പറയുന്ന കഥ തന്നെയാണെന്ന്. നിങ്ങൾ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിട്ട് മാധ്യമങ്ങള് ഞങ്ങളല്ലല്ലോ, മാധ്യമ പ്രവർത്തകരായാലും ആണെന്ന് പറഞ്ഞത് അല്ലല്ലോ. ഇതെല്ലാം പറഞ്ഞത് നിങ്ങളുടെ കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെയല്ലേ? നിങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ വാർത്തകൾ എന്താ? ഇന്ന് നിങ്ങൾക്ക് നിങ്ങളോട് എപ്പോഴും ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർ മുഴുവൻ, വി ഡി സതീശനായാലും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള എല്ലാ ആളുകളും എല്ലാ കോൺഗ്രസ് നേതാക്കളും ചോദിക്കട്ടെ, നിങ്ങൾ എന്താ മുഖ്യമന്ത്രിയോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ? മുഖ്യമന്ത്രിയോട് ഇത്തരം കാര്യങ്ങൾ എന്ത് ചോദിച്ചു താങ്കൾ കേട്ടില്ലേ? എന്ത് ചോദിച്ചു? വാർത്താ സമ്മേളനം, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ താങ്കൾ കേട്ടില്ലേ? ഇസ്ലാമിയുടെ ഒരു കാര്യം ചോദിച്ചേ, എഴുതി കൊടുത്ത് നോക്കി വായിക്കുന്നത് ഞങ്ങൾ കാണില്ലേ? നിങ്ങൾക്ക് സെലക്റ്റീവ് ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് കോൺഗ്രസിനെ തകർക്കാനോ തരിപ്പണാക്കാനോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരി അബ്ദുൽ ലത്തീഫ്, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ താങ്കൾക്ക് പറയാൻ അവസരം കിട്ടിയെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും
മാധ്യമപ്രവർത്തകരൊക്കെ ഇന്ന് മുഖ്യമന്ത്രിയുടെ മീറ്റ് ദി പ്രസിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ന്യായമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചില്ലെങ്കിൽ ഏത് പാർട്ടിക്കായാലും ആ പാർട്ടിയുമായ അനുഭവമുള്ള മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ പ്രവർത്തകരും ഉണ്ടല്ലോ, അവരോടൊക്കെ പറഞ്ഞ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും രണ്ട് മുന്നണികളും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉന്നയിക്കുന്നുണ്ട്, ഉന്നയിക്കാതിരിക്കാനും ആവില്ല, അത്രത്തോളം ചർച്ചയായ വിഷയമാണ്. അത് ആർക്ക് ഗുണമാകും, ആർക്ക് കോട്ടമാകും? സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, കോട്ടം ഉണ്ടാകുന്നത് ഇപ്പം ആരാണോ തെറ്റ് ചെയ്യുന്ന സാധ്യത. കാരണം ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, അത് എന്ത് പ്രസ്ഥാനമാണെന്ന് ഇപ്പൊ കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയത്തില്ല. അത് അവിടെയാണ് ഇപ്പം ഈ വോട്ടർമാരെങ്ങനെയാണ് നിൽക്കുന്നത്. വോട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാര് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത് എന്ത് കോൺഗ്രസ്സാ? ഈ കോൺഗ്രസ് എന്താണെന്ന് ഈ ജനങ്ങളുടെ ഇടയിൽ വ്യക്തമാക്കി കൊടുക്കണ്ടേ? ഇപ്പൊ സതീശൻ, ഇന്ന് VD സതീശൻ പത്രസമ്മേളനം നടത്തുമ്പോൾ ഇപ്പം വിറയ്ക്കുക, ഓരോ വാക്കും വിറച്ചാ പറയുന്നത്. ഈ കോൺഗ്രസ്സുകാരോട് പറയണ്ടേ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ചെയ്യണ്ടേ, ചെയ്യിപ്പിക്കണ്ടേ? ഇത് ഓരോ കോൺഗ്രസ്സുകാരനും പോരെ. ഇത് എത്ര കോൺഗ്രസ് ഉണ്ടെന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ എത്ര കോൺഗ്രസ് ഉണ്ട്? ഓരോരുത്തർക്കും ഓരോ കോൺഗ്രസ്സാ. ആരും മുന്നേ നിൽക്കുന്നു, ഒരു കാലത്ത് കോൺഗ്രസിൽ അത്രത്തോളം ഗ്രൂപ്പൊക്കെ വലിയ ശക്തമായിരുന്നു, അങ്ങനെ പരസ്യ പോരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ അത്രയൊക്കെ ഉണ്ടോ? ഇപ്പോൾ പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് ഏറെ മെച്ചമല്ലേ? സാറേ, ഈ സാധാരണ വോട്ടുണ്ട്. ഞാനൊരു സാധാരണക്കാർക്ക് അറിയാം. കാരണം എന്താണെന്ന് അറിയാം, ഓരോ സ്ഥലത്തും ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും ഗ്രൂപ്പുകളാണ്. അവരാണ് തീരുമാനിച്ചത്. അല്ലാതെ ഇവർക്ക് ഈ ഒരു സംഘടന സംവിധാനം, ഒന്നാമത്തെ കാര്യം ഒരു സംഘടന സംവിധാനം ഇവർക്കില്ല. പിന്നെ കോൺഗ്രസ് തകർന്നു പറയും. ശരിയാ, കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ആളുകൾ ഒത്തിരി ഉണ്ട്. എല്ലാവരും വിശ്വസിക്കും കോൺഗ്രസ് നല്ലൊരു പ്രസ്ഥാനമാണ്. പക്ഷെ ഇവർക്ക് സംഘടന ഇല്ലെന്നുള്ള, സംഘടനാപരമായി ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. തുറന്ന പുസ്തകം പോലെയാ, ചുമ്മാ ഈ കോഴികളെ അഴിച്ചു വിടുന്ന പോലെ ഉള്ള പരിപാടികളാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പറയുമ്പോഴെല്ലാം മറ്റവരാ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ വാർത്താ സമ്മേളനവും ഒക്കെ കേൾക്കുമ്പോൾ ഓരോ നേതാക്കന്മാർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുമ്പോഴേ അവര് പറയുന്നത് CPM-കാരൻ ചെയ്ത കണ്ടില്ല. CPM-കാരൻ ഇവരെല്ലാം നോക്കുന്ന സ്വന്തം പാർട്ടിക്കാരനെയോ സ്വന്തം പ്രസ്ഥാനത്തെ നന്നാക്കണമെന്നല്ല അവര് നോക്കുന്നത്. മറ്റുള്ളവൻ എന്ത് ചെയ്യുന്നില്ല. സ്വന്തം കണ്ണിലെ കരടെടുക്കണ്ടേ മറ്റുള്ളവന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുക്കാൻ? ആ രീതിയിലാണ് കാര്യം. ഇവന്റെ കണ്ണിൽ കിടക്കുന്ന തടി കഷ്ണമാണ്. ആ രീതിയിലാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം. അതുകൊണ്ടാണ് ജനം മടുത്തു. കാരണം ഇവർ എങ്ങനെ വിശ്വസിച്ച് സാധാരണ പ്രവർത്തകൻ ഇവരുടെ കൂടെ പോവും? അതാണ് പ്രശ്നം. എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം അത് അങ്ങനെ ചിന്തിക്കുകയാണ്. മൈക്കിളുടേതാണ് അഭിപ്രായം. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്ന്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്രയും ഒരു യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല, പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിന് അത് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് അത്രത്തോളം മോശപ്പെട്ട കഥകളൊക്കെയാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിന്റെ ഒരു തുടർച്ച എന്താവും? നമസ്കാരം കിരൺ. നമസ്കാരം. 54 വർഷമായി വോട്ടവകാശം കിട്ടിയിട്ട്, ഈ 54 വർഷം വോട്ടവകാശം കിട്ടിയിട്ട് എത്രയോ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ഒരു ഗതികെട്ട കാലം ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നതിനെ തടസ്സപ്പെടുത്തരുത്, കേട്ടോളണം. ഇപ്പൊ എല്ലാ ചാനലുകാരും ഈ ഒരു വിഷയമല്ലാണ്ട് ആരും ചർച്ച ചെയ്യുന്നു. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല. ഞാനിപ്പോ ആലപ്പുഴയിലാണ്. ഇവിടെ വോട്ടിന് 3 ദിവസമേ ഉള്ളൂ. എന്നിട്ട് ഒരു വാർത്ത, ദൈവത്തെ ഓർത്ത് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു 3 മണിക്കൂർ ഈ അവിഹിതം ചർച്ച ചെയ്യാനായിട്ട് മാറ്റിവെക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് വീതിച്ചു കൊടുക്കുക. ബാക്കി സമയമെങ്കിലും നാടിന്റെ എന്തെങ്കിലും കാര്യം സംസാരിക്കുക. ഇതൊരു അഭ്യർത്ഥനയായിട്ട് കൂട്ടിയാൽ മതി. കാരണം ചെറിയ വെടി വലിയ വെടി എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ചെറിയതാണ് അവരുടെ വലുതാണ്. പക്ഷേ ശബരിമലയൊക്കെ ഞാൻ പണ്ട് പോയിട്ടുള്ളപ്പോൾ കേട്ടിട്ടുണ്ട്, പിന്നെ സദാശിവസ്വാമി ചെറിയ വെടി, ഗോവിന്ദസ്വാമി വലിയ വെടി എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ചെറുതാണ് മറ്റേ വലുതാണ്. ഇത് കേട്ട് നാണക്കേടായി. ഇപ്പൊ ചാനലുകളെല്ലാം വെറും അവീത ചാനലുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തോർത്ത് ന്യൂസ് 8 ഒന്ന് കൺട്രോൾ ചെയ്യണം. അത്ര അപേക്ഷ മാത്രമേ ഉള്ളൂ ഈ വിഷയത്തെ പറ്റി പറയാൻ. ആരെങ്കിലും വോട്ട് ചെയ്ത് ആരെങ്കിലും ജയിക്കണം. ശരി, താങ്കളുടെ വികാരത്തെ സ്വാഭാവികമായും ഞങ്ങൾ അംഗീകരിക്കുന്നു. ഏത് മനുഷ്യനും ഉണ്ടാകാവുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാം, കേരളീയ സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോൾ ചാനലുകൾക്ക് അത് മാറി നിൽക്കുക എന്നുള്ളത് പ്രയാസമാണ്. കേരളത്തിലെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചയാവുന്ന ഒരു രാഷ്ട്രീയ വിവാദം കൂടിയാണ്. ഒരു ജനപ്രതിനിധി, ഈ മട്ടിൽ ഒരു ജനപ്രതിനിധിക്കെതിരെ ഇത്രയേറെ ആരോപണങ്ങൾ ഒരുമിച്ച് ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ടും അത്തരം ചില പ്രാധാന്യങ്ങൾ കൂടിയുണ്ട്. ആ വിഷയം ചർച്ച ചെയ്യുന്നതിലെ ജാള്യത ഞങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് കൂടി ഞങ്ങൾ ശ്രീ ശശിധരനെ അറിയിക്കുകയാണ്, സമാനമായ പ്രേക്ഷകരെയും ഒക്കെ അറിയിക്കുകയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വിഷയം
ആർക്ക് അനുകൂലമായ വോട്ടായി മാറാനാണ് സാധ്യതയുള്ളത്? നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഒരു ചെറിയൊരു മുൻതൂക്കം UDF ഉണ്ടായിരുന്നു നേരത്തെ. അതിപ്പോ ശബരിമല ആയിക്കോട്ടെ, പിന്നെ ആക്രമണമോ അതല്ലെങ്കിൽ തെരുവായ ഇനിയിപ്പോ ആഭ്യന്തരം, ആരോഗ്യം, വിദ്യാഭ്യാസം ആ മേഖലകളിലൊക്കെ കുറച്ചൊരു പരാജയത്തിലാണ്. ഇതൊക്കെ നോക്കുമ്പോൾ ചെറിയ ഭരണവിധത്തിൽ അല്ലെങ്കിൽ ചെറിയൊരു മുൻതൂക്കം ഉണ്ടായിരുന്നു. അതിപ്പോ ഈ രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയം വന്നതോടുകൂടിട്ടേ, ഹലോ കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഈ രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയം വന്നതോടുകൂടി ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. ഇതിപ്പോ മുരളീധരൻ പറഞ്ഞ പോലെ ഈ ബ്രഹ്മാസ്ത്രം കുറച്ച് നേരത്തെ ഇട്ട് പ്രയോഗിച്ചിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ ചീത്തപ്പേര് കേൾക്കില്ലായിരുന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ ഇത് പറയാനുള്ള ധാർമ്മികമായ അവകാശം അപ്പുറത്തില്ല. അതാണ് ഇതിന്റെ വേറൊരു പ്രശ്നം. CPM-ന്റെ 2 നേതാക്കന്മാര് ഭഗവാന്റെ സ്വർണം കെട്ടവകയിൽ ജയിലിൽ കിടക്കുക, അതിന് ന്യായീകരണം തന്നെ കിടക്കുക, അത് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ MLA രാജിവെക്കണം പറഞ്ഞ് MLA രാജിവെക്കണം പറഞ്ഞ 3 MLA-മാര് പീഡന കേസിൽ കുറ്റപത്രം നൽകി, കോടതി കുറ്റപത്രം നൽകിയിട്ട് നമ്മുടെ നിയമസഭയിലുണ്ട്. 2 കോൺഗ്രസ് ഉണ്ട്, ഒരു CPM ഉണ്ട്. അപ്പൊ CPM-ന്റെ ഇപ്പൊ നല്ല ഒരു വനിതാ നേതാവ് പറഞ്ഞത് തീവ്രത കുറഞ്ഞ പീഡനമായിരുന്നു എന്നാ പറഞ്ഞത്. ഇങ്ങനെ ന്യായീകരിച്ച് പോകുമ്പോ നേരത്തെ നമ്മുടെ ശരത് ബാലരാമപുരം പറഞ്ഞ പോലെ ഈ 2 പാർട്ടിയിലും പെണ്ണുപിടിയന്മാരാണ്, കള്ളന്മാരാണെന്ന് പറഞ്ഞത് ചിലപ്പോൾ മൂന്നാമതൊരു കക്ഷി BJP റിസൾട്ട് കൂടുതൽ കിട്ടാനും സാധ്യത ഞാൻ ഇത് കാണുന്നത്. പിന്നെ പണ്ടത്തെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊതുജനം കഴുതകളാന്നൊക്കെ പറയുന്നുള്ളൂ. കഴുതകളൊന്നും അല്ല പോയി. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കൂടി കേരളത്തിൽ ശരാശരി പോളിംഗ് ഇപ്പൊ 70ആണ്. നോട്ടയ്ക്ക് ഓരോ വർഷം കൂടി വരിക. ജനങ്ങളിതൊക്കെ തിരിച്ചറിയും. അതിപ്പോ കുറെ ചാനൽ ലീസിനെടുത്തോണ്ടോ അല്ലെങ്കിൽ ഇപ്പുറത്ത് കുറെ വേളം വെച്ചോണ്ടോ ഇതിന് പരിഹാരം ജനങ്ങളിതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അവർ തീരുമാനിക്കട്ടെ. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഉണ്ടാകും, മറ്റന്നാൾ വൈകുന്നേരത്ത് രാത്രി 12 മണിക്ക് ഉണ്ടാകുന്ന ഒരു വിഷയം പോലും 8ാമത്തെ തെരഞ്ഞെടുപ്പിന് ബാധിക്കും. ഓക്കെ, ശരി. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ബാലൻ. ശ്രീ യാസിർ അറാഫത്താണ് തിരൂരിൽ നിന്നും. ശ്രീ യാസിർ അറാഫത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി ഇപ്പോൾ വല്ലാത്ത പ്രതിരോധത്തിലാണോ? കോൺഗ്രസ് ഇപ്പൊ പ്രതിരോധത്തിലല്ല, അവരെ റീച്ച് കൂടി. കാരണം പിന്നെ മറ്റേ CPM-ല് മുകേഷ് MLA ഇങ്ങനെ ഇപ്പൊ MLA-ക്ക് കോടതിയിൽ കുറ്റപത്രം വരെ സമർപ്പിച്ചിട്ട് അവരൊരു നടപടി പോലും ഇതുവരെ എടുക്കാൻ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം നല്ലൊരു നടപടിയാണ് എടുത്തു, കോൺഗ്രസ് പുറത്താക്കി. ഇപ്പൊ ഈ ഇലക്ഷന്റെ ടൈമില് ഇപ്പൊ ഇത് പൊന്തി വരാൻ കാരണം ഇപ്പൊ ഈ റിനി എന്ന് പറഞ്ഞ സ്ത്രീയാണ് ആദ്യം പരാതി കൊടുത്തത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അവള് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ CPM-ന്റെ ഒരു വേദിയിലുണ്ടായിരുന്നു. സാർ കണ്ടിരുന്നത്? ശ്രീ യാസിർ അറാഫത്ത്, റിനി എന്തായാലും CPM-കാരിയല്ല. റിനി കൂടുതൽ അടുപ്പമുള്ള അവർ നേരത്തെ തന്നെ സതീശനെ ഈ വിവരം അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. സതീശൻ അത് നിഷേധിച്ചിട്ടുമില്ല. സാറിന് അവൾ CPM-ന്റെ വേദിയിൽ പുറത്ത് വന്നത് അറിയോ? CPM-ന്റെ വേദിയിൽ വരുന്നോ വരാത്തതോ ഒരു വിഷയമാണോ? അത് ഇപ്പോഴാണ് വന്നത്. ഈ പരാജയമൊക്കെ വന്നതിന് ശേഷം അല്ല, അതിന് ശേഷം വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? CPM-ന്റെ വേദി വന്നതുകൊണ്ട് വന്നോന്ന് എനിക്കറിയില്ല. വന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സാറേ, അത് CPM-ന്റെ ഒരു അജണ്ട അല്ലേ ഈ ഇലക്ഷൻ? അതങ്ങനെ CPM-ന്റെ അജണ്ട ആണെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കണ്ടേ? അവർ ഉന്നയിച്ച കാരണങ്ങൾ മനഃപൂർവ്വമായി റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു യുവ നേതാവിനെ MLA അവരുടെ മാനത്തിന് കേടുണ്ടാക്കുന്ന രീതിയിലേക്ക് ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചു. അവർക്കെതിരെ കേസ് കൊടുക്കണ്ടേ? എന്താ കേസ് കൊടുക്കാത്തത്? അവർക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയണ്ടേ ഇവർ CPM-ന്റെ ചട്ടുകമായി നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ നേതാവിനെ അധിക്ഷേപിക്കുകയാണ്, എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഇവളും കേസ് കൊടുത്തിട്ടില്ല, ഇവിടെ പരാതി മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചോദിച്ചിട്ട്, അങ്ങനെ പരാതി വന്ന ഒരാൾ ചാനലിന്റെ മുന്നിൽ പറയുമ്പോൾ അവർക്കെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കാൻ ധൈര്യം കിട്ടുന്നില്ല? എന്താണ് കോൺഗ്രസുകാർക്ക് ഭയമുള്ളത്? പറയൂ. CPM-ന്റെ വേദിയിൽ വന്നപ്പോ തന്നെ CPM-ന്റെ വേദിയിലോ BJP-യുടെ വേദിയിലോ ഒക്കെ അവർ വന്നോട്ടെ, എവിടെ നിന്ന് വന്നാലും അവർ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ അവർ വെല്ലുവിളിച്ചല്ലോ. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു അക്ഷരമെങ്കിലും തെറ്റുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാമെന്ന് പറഞ്ഞിട്ട് മിണ്ടിയില്ലല്ലോ. ശരിയായിരിക്കാം തെറ്റായിരിക്കാം എന്ന് പറയുന്നത്. യാസിർ, ഒരു മിനിറ്റ്. യാസിർ, ഒരു പൊതുപ്രവർത്തകനെതിരെ MLA-ക്കെതിരെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവിനെതിരെ പരസ്യമായി വന്ന് ആര് കേട്ടാലും ഇയാൾ ഇത്ര വൃത്തികെട്ടവരാണോ ഇയാൾ എന്ന് തോന്നുന്ന രീതിയിലേക്കുള്ള ആരോപണം ഉന്നയിക്കുന്നു. ആ സ്ത്രീ പറഞ്ഞ ആരോപണത്തിൽ അവർ പറയുന്നു, എനിക്ക് നിയമപരമായി പോകാൻ താല്പര്യമില്ല, ഇയാളെ തുറന്നു കാട്ടുകയാണ് എൻ്റെ ലക്ഷ്യം, അത് ഞാൻ കാണിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അവർ പറയുന്നു, ഒരു വാക്കെങ്കിലും തെറ്റാണെങ്കിൽ പരസ്യമായി പറയൂ എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം ഇതുവരെ മിണ്ടിയില്ലല്ലോ. വേണ്ട, മറ്റു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും പറഞ്ഞോ? അവർ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവർ CPM-കാരിയാണ്, അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായി പറഞ്ഞാണെന്നെങ്കിലും പറഞ്ഞോ? ആർക്കും എന്താ ധൈര്യമില്ലാത്തത്? അത് ധൈര്യമില്ലാത്തല്ല, അത് കോൺഗ്രസിന്റെ അകത്തുള്ള കളിയാണ്. കോൺഗ്രസിന്റെ മുതിർന്ന ആളുകൾ ഉണ്ടല്ലോ, പ്രായമല്ലേ, അവരെ പ്രശ്നമാണ്. പിന്നെ ഇതിപ്പോ ആർക്കും ആരെ പറ്റി പരാതി ആർക്കും ആരെ കുറിച്ചുമല്ല. അങ്ങനെ പരാതി കൊടുത്താൽ ഒരു പൊതുപ്രവർത്തകൻ നാളെ ചെന്ന് ഇങ്ങനെ ഒരാൾക്കെതിരെ പരാതി കൊടുത്താൽ ആ പരാതി തെറ്റാണെങ്കിൽ അയാൾ നേരെ കോടതി പോയില്ലേ? ഈ 3 മാസം മുമ്പ് വന്നതിന്റെ പരാതി എന്നാ കൊടുത്തത്?
എന്നാണ് പരാതി കൊടുത്തത്. അതെന്താ എന്ന് പരാതി കൊടുത്താൽ എന്താണ് കുഴപ്പം യാസിർ? അത് ഇപ്പൊ പരാതി കൊടുത്തത് തന്നെ ഇതാണ് അജണ്ട. എന്താ അല്ല അങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ യാസിർ, ഒരു പെൺകുട്ടിക്ക് എപ്പോൾ പരാതി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനോ യാസിറോ അല്ല, ആ പെൺകുട്ടിക്ക് തീരുമാനിക്കാം. ഇത് CPM-ന്റെ അജണ്ടയാണ്. അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും. ഏത് സാധാരണ ജനത്തിന് ഇവൻ കാണിച്ചിട്ട് കൂട്ടിയ വൃത്തികേടുകളെ കുറിച്ച് ഈ നാട്ടിലെ പെൺകുട്ടികളും കോൺഗ്രസ് പ്രവർത്തകരും അടക്കം പറയുന്നതെല്ലാം CPM-ന്റെ അജണ്ടയാണ്. അങ്ങനെ ആർക്കും ആരെ പറ്റി പറയാൻ കഴിയില്ല ശ്രീ യാസിർ. അങ്ങനെ ആർക്കും ആരെ പറ്റി പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരു നിയമ സംവിധാനമുണ്ട്, കേസ് കൊടുക്കാം. വേറെ കോൺഗ്രസ് എത്ര നേതാക്കളുണ്ട്, അവർക്കെതിരെ ഒന്നും പറയുന്നില്ലല്ലോ. ഇല്ല, ഇപ്പൊ വളർന്നു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അത് ഇങ്ങനത്തെ ഒരാൾ വളർന്നു വന്നാൽ ആ പാർട്ടിക്ക് നല്ല മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പൊ വളർന്നു വരുന്ന രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിലൊക്കെ ഇനി വളർന്നു വരും, നല്ല ഉഷാറാവും. ഇതുവരെയുള്ള നേതാക്കന്മാരൊക്കെ ആയിട്ട് ഉഷാറാവുന്ന CPM-നൊക്കെ അത് അവർക്ക് ഭയങ്കര ക്ഷീണമാണ്, BJP-ക്ക് ക്ഷീണമാണ്. അതിനുള്ളൊരു മുൻകൂട്ടി ഇപ്പൊ ഈ ശബരിമല പ്രശ്നം പത്മകുമാർ ശ്രീ യാസിർ, അപ്പൊ ഞാൻ സംശയം ചോദിക്കട്ടെ, താങ്കൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജമായി ഉണ്ടാക്കിയ പരാതിയാണെന്നാണോ? വ്യാജമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് വന്നാണ് പ്രശ്നം. ഏത് സമയത്തായാലും എന്താ കുഴപ്പം? നിങ്ങൾ തെറ്റ് കാണിച്ചെങ്കിൽ ഏത് സമയത്ത് വന്നാലും എന്താ കുഴപ്പം? ഈ അജണ്ട ഇലക്ഷൻ സമയത്ത് വരുത്തലാണ് BJP-ന്റെ അജണ്ടയും CPM-ന്റെ അജണ്ട. അല്ല, അതിനെന്താണ് കുഴപ്പം? അവരുടെ അജണ്ട ആയിക്കോട്ടെ, എന്താണ് കുഴപ്പം? അയാൾ കാണിച്ചിട്ടില്ല, അല്ലാതെ വെറുതെ കാണിക്കാത്ത ആൾക്കെതിരെ അല്ലല്ലോ കേസ് കൊടുത്തേക്കുന്നത്. അത് കാണിച്ചോ തീരുമാനിച്ചിരിക്കല്ലോ, ഇപ്പോൾ ഉറപ്പായിരിക്കല്ലോ, പരാജയമായിട്ടുള്ളൂ. എന്തിനാണ് പിന്നെ കോൺഗ്രസ് പുറത്താക്കിയത്? അയാൾ ചെയ്തോ ഇല്ലെന്നുള്ളത് കോടതിയിൽ വരുമ്പോഴാണ്. ശ്രീ യാസിർ, എന്തിനാണ് കോൺഗ്രസ് പുറത്താക്കിയത്? കോൺഗ്രസ് അത് കോൺഗ്രസ് അവരുടെ ഇമേജ് റെഡിയാക്കി. ഇപ്പതാ ഇവർ കൂടി CPM പത്മകുമാർ മുകേഷിന്റെ പേരിലൊക്കെ പിന്നെ ചാർജ് ഷീറ്റ്. യാസിർ, എന്തിനാണ് കോൺഗ്രസ് പുറത്താക്കിയത്? അതാ എന്റെ ചോദ്യം. കോൺഗ്രസ് ആരോപണം വന്നപ്പോൾ പുറത്താക്കിയതാണ്, കുറ്റക്കാരനെ പുറത്താക്കിയതല്ല. ആരോപണം വന്നപ്പോൾ തന്നെ പുറത്താക്കി. ആരോപണം വന്നതിന് മുമ്പ് ആരോപണം വേറെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ 2 MLA-മാർക്കെതിരെ വന്നിട്ടുണ്ടല്ലോ, അവരെ ആരെയും പുറത്താക്കിയിട്ടില്ലല്ലോ. ഇവരെ ടാർഗറ്റ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ്, അതേപോലെ ഷാഫി പറമ്പിലാണ്. അതുകൊണ്ടാണ് അവരെ പുറത്താക്കിയത്. യാസിറെ, എന്റെ ചോദ്യം ഇതാണ്. മുമ്പും സമാനമായി MLA-മാർക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട്, കേസ് വന്നിട്ടുണ്ട്. ആ MLA-മാരെ ആരെയും കോൺഗ്രസ് പുറത്താക്കിയിട്ടില്ലല്ലോ. ഇപ്പത്തെ ഈ ഇലക്ഷൻ ടൈമിലുള്ളതാണ്. അതായത് ഇലക്ഷൻ ടൈമിലല്ല, 3 മാസം മുമ്പല്ലേ ആദ്യം വന്നത്. സസ്പെൻഡ് ചെയ്തിട്ട് ഇപ്പൊ 2-3 മാസം ആയില്ലേ? എന്താണ് കാര്യം? BJP-ക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും വളർന്നു വരാൻ ഭയങ്കര പേടിയുള്ള യാസിറെ, ഇയാളെയൊക്കെ ഇതിപ്പോ ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ BJP-യുടെയും അല്ലെങ്കിൽ CPM-ന്റെ ഒക്കെ വേണമെങ്കിൽ ഐശ്വര്യമാണ് എന്ന് പറയേണ്ടി വരും, ഇങ്ങനത്തെയുള്ള നേതാക്കൾ കോൺഗ്രസിലുണ്ടെങ്കിൽ. യുവ നേതാക്കൾ തന്നെയാണ്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇവര് CPM ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇവര് മുകേഷ് MLA-ക്ക് കുറ്റപത്രം കൊടുത്ത് എന്ത് നടപടി എടുത്തത്? ഞാൻ അതാണ് ചോദിച്ചത്. ഇതേ സമാനമായ കേസിൽ അവർ അങ്ങനെ ആയിരിക്കുന്നില്ല കരുതുന്നത്. പക്ഷെ കോൺഗ്രസ് സമാനമായ കേസിൽ 2 MLA-മാർക്കെതിരെ ആരോപണം വന്നില്ലേ? M. വിൻസെന്റിനെതിരെ ആരോപണം വന്നു, എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ആരോപണം വന്നു. അവരെ ആരെയും പുറത്താക്കിയില്ലല്ലോ. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി? കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ബോധ്യമുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ തന്നെ വീട്ടിലെ ആളുകളെ, കോൺഗ്രസ് നേതാക്കൾക്ക് നേരിട്ടറിയുന്ന കോൺഗ്രസ് പ്രവർത്തകരെ അവരുടെ അടുത്തേക്ക് മോശം ഉത്തരം കാണിച്ചു എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് പുറത്താക്കിയത്. അല്ല, അത് ആരോപണം വന്നപ്പോ അവരെ ഇമേജ്, കോൺഗ്രസിന്റെ ഇമേജ് അവർ നോക്കിയതാണ്. മറ്റവരൊന്നും ഇമേജ് നോക്കണ്ടായിരുന്നു. ശരി, ഓക്കെ യാസിർ, അത് ഉത്തരവില്ലാതെ വേറെ വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശ്രീ പ്രദീപാണ് കൊല്ലത്തുനിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? ഏത് മുന്നണിക്കാവും നേട്ടമാവുക, ആർക്കാവും തിരിച്ചടിയാവുക? സാറേ, ഏത് മുന്നണി നോക്കുമ്പോഴേ ഒരു ഫോൺ കട്ട് ചെയ്യാൻ എനിക്ക് 2 കാര്യം, പറഞ്ഞു. 1 മിനിറ്റ് സമയം എനിക്ക് തരണം. 1 മിനിറ്റ് പൂർണ്ണമായും തരാം. സാറേ, കഴിഞ്ഞ ഇലക്ഷന് അവര് ഇവിടെ ജനങ്ങൾക്ക്, ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഒത്തിരി ആർക്കും വേണ്ടാത്ത ഒത്തിരി കടലയും കുറച്ച് കിറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞ ഇലക്ഷന്. മനസ്സിലായില്ലേ? LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരെ കുറച്ച് കടലയും മറ്റു സാധനങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്തു. അതിനുശേഷം ഈ 5 വർഷത്തിന് ശേഷം പിന്നെ ചുമന്ന കാർഡ് എന്ന് പറഞ്ഞ BPL കാർഡുകാർക്ക് ഒരു ഓണത്തിന് പോലും ഒരു കിറ്റ് വിതരണം ചെയ്തില്ല. രണ്ടാമത്തെ വിഷയം, 1600 പെൻഷനുള്ള ഒരു 100 രൂപ പോലും ഈ 5 വർഷക്കാലം കൂട്ടിയിട്ടില്ല. ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് 1 മാസത്തിന് മുമ്പേ 2000 രൂപ പെൻഷൻ. ഹലോ, കേൾക്കുന്നുണ്ടോ സാറ്? കേൾക്കുന്നുണ്ട്. താങ്കൾ 1 മിനിറ്റ് പറഞ്ഞോട്ടെ, മൊത്തം പറഞ്ഞു കഴിഞ്ഞ് പറയാമല്ലോ എന്ന് വെച്ചിരിക്കുക. ഈ മാസം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് 1 മാസത്തിന് മുമ്പേ കുടിശ്ശിക സഹിതം 3600 വിതരണം ചെയ്തു. ഒരു 100 രൂപ പോലും ഈ ഗവൺമെന്റ് കൂട്ടിയിട്ടില്ല. അവര് പൈസ എടുക്കുമ്പോൾ പറയുന്ന കേന്ദ്രം പൈസ കൊടുത്തില്ല. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അന്നാ പോട്ട് ഫണ്ട് കൊടുത്തില്ല. അവിടുന്ന് കടവ് എടുക്കുന്നു, ഇവിടുന്ന് കടവ് എടുക്കുന്നു. കേരളത്തിൽ മൊത്തം കടവാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന 1000 രൂപ വോട്ട് പിടിക്കാനായിട്ട് വേണ്ടി ഇത്ര നാണം കെട്ട പരിപാടി എന്തിനാണ് സാറ് ചെയ്യുന്നത്? പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ്, ഈ പെൺകുട്ടിയെ വിളിച്ച് കേസ് കൊടുത്ത സാധാരണ ഒരു പെൺകുട്ടിയുടെ പേരിൽ അവർക്ക് ഇങ്ങനെ ഒരു ലൈംഗിക ആരോപണം ഉണ്ടായാൽ അല്ലെങ്കിൽ ഗർഭചിത്രം ഉണ്ടായി കഴിഞ്ഞാൽ അവർ പരാതി കൊടുക്കേണ്ട ആർക്കാ? മുഖ്യമന്ത്രിക്കാണോ? അവർ പോലീസിന്? താങ്കളെ 1 മിനിറ്റ് കൂടുതൽ താങ്കൾക്ക് തന്നു.
അല്ലല്ല പറയട്ടെ, ഞാൻ പറയട്ടെ, ഇനി ഞാൻ ചോദിക്കട്ടെ. അല്ലല്ല നിക്കൂ പ്രദീപ്, താങ്കൾക്ക് 1 മിനിറ്റ് ചോദിച്ചു 1 മിനിറ്റ് കൂടുതൽ തന്നു. എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല? ഞാൻ പറയാം, ചോദിക്കട്ടെ. ഒരു MLA-ക്ക് ഒരു ശ്രീ പ്രദീപ് ഒന്ന് ചോദിക്കട്ടെ, നിക്ക്. നിങ്ങൾ ഇനിയും ബഹളം വെക്കാതെ താങ്കൾ കിറ്റ് കൊടുത്ത കാര്യമൊക്കെ പോട്ടെ, കിറ്റിന്റെ കാര്യമൊക്കെ കേരള ജനം തീരുമാനിച്ചു. താങ്കൾ പറഞ്ഞു പിന്നെ ഇത് ക്ഷേമ പെൻഷൻ കൂട്ടിയില്ല എന്ന് പറഞ്ഞു. ക്ഷേമ പെൻഷൻ 1600 രൂപ ആക്കിയത് എത്രയാണെന്നും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്രയായിരുന്നു എന്നൊക്കെ താങ്കൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയായിരിക്കും. അത് കേരളത്തിലെ ജനത്തിന് അറിയാം. അതും പോട്ടെ, പരാതി ഒരു പെൺകുട്ടി കൊടുക്കുന്നത് ആ പെൺകുട്ടിക്ക് കേരളത്തിൽ വിശ്വാസം മുഖ്യമന്ത്രിയാണ് എങ്കിൽ, ആ നാട്ടിൽ ആ മുഖ്യമന്ത്രി വിശ്വാസമാണെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാം. ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, അങ്ങനെ നൽകി. നിൽക്കൂ ശ്രീ പ്രദീപ്, നിൽക്കൂ, കേൾക്കൂ. പ്രദീപ് ബഹളം വെക്കാതെ, പ്രദീപ് കേൾക്കൂ. താങ്കൾ ഇങ്ങനെ ബഹളം വെച്ചാലോ? മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് നിയമപരമായ എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ നാട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി അല്ലേ, ആ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തുകൂടെ? അങ്ങനെയല്ലല്ലോ. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ മുഖ്യമന്ത്രി അത് പോലീസിന് കൊടുക്കും. നിങ്ങൾ റവന്യൂ വകുപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പരാതി മുഖ്യമന്ത്രി കൊടുത്താൽ അത് റവന്യൂ മന്ത്രിക്ക് കൊടുക്കും. നിങ്ങൾ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട പരാതി നിങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് നൽകാം. അതറിയില്ലേ? മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി കൂടിയാണെന്നുള്ള കാര്യം അറിയാമോ? സാറ് നിഷ്പക്ഷമായിട്ടൊരു വ്യക്തിക്ക് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റത്തില്ല. അതെന്താ പറ്റാത്തത്? അല്ല, പ്രദീപിന് കാണാൻ ശ്രമിച്ചിട്ട് കാണാൻ പറ്റാതെ പോയിട്ടുണ്ടോ? അല്ല സാർ, എനിക്കൊന്ന് മുഖ്യമന്ത്രി ഒന്ന് കാണിക്കാവോ? താങ്കൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാൻ താങ്കൾക്ക് ഒരു നിവേദനം നൽകാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ സമയമുണ്ട്. ആ സമയത്ത് എല്ലാം കാണാം. ഇല്ല സാറേ, ഞാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? സാറേ, CPM-കാര് നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി ഇതിങ്ങനെ സംവിധാനം ചെയ്തറിയോ? അവര് സിനിമാക്കാൻ പറഞ്ഞ അവർക്ക് ദേശീയ പാർട്ടി കിട്ടും. പ്രദീപ്, എങ്കിൽ പിന്നെ നിങ്ങളുടെ പാർട്ടി അതിനാണ് പുറത്താക്കിയത്? സാറേ, ആരോപണം സാറേ കറക്റ്റാ. ഞാനൊരു കോൺഗ്രസ്സാണ്. ഞാനായിരുന്നു ഇങ്ങനെ ഒരു ആരോപണം ഇട്ട് കഴിഞ്ഞാൽ എന്നെ പുറത്താക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കുള്ളതാ. പാർട്ടിയുടെ നല്ല കാര്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രദീപേ, പാർട്ടി ചെയ്ത നല്ല കാര്യമാണ്. ഇതിനു മുമ്പ് 2 പേരുടെ പേര് ഞാൻ പറഞ്ഞിരുന്നല്ലോ, 2 MLA-മാർ. അവരെ ഒന്നും പുറത്താക്കിയില്ലല്ലോ. എന്താ സാറേ? അവർ സാർ പറഞ്ഞല്ലോ ഇവിടെ ലഡു വിതരണം ചെയ്തപ്പോ മുകേഷിനും പിന്നെ അതവിടെ നിൽക്കട്ടെ. കോൺഗ്രസിന്റെ കാര്യം പറയൂ ശ്രീ പ്രദീപ്, കോൺഗ്രസിന്റെ കാര്യം പറയൂ. കോൺഗ്രസിൽ നിന്ന് 2 MLA-മാർക്കെതിരെ ഇതിനു മുമ്പ് പരാതി വന്നു, കേസായി. അവരിന്നലെ ലഡു ഉതറി ഈ മുകേഷിന്റെ വീട്ടിൽ. ശ്രീ പ്രദീപ് അവിടെ നിൽക്കൊന്ന് ചോദിക്കട്ടെ. പ്രദീപ് അങ്ങ് ഓടിപ്പോവാതെ. പ്രദീപ് ഒന്ന് പറയുന്ന കേൾക്കൂ. പ്രദീപ് ഒന്ന് കേൾക്കൂ. പ്രദീപിനെ ഇത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ കേൾക്കണ്ട. ശരി, പ്രദീപ് വെച്ചിട്ട് പോവാം. ഒരു കാര്യം പറഞ്ഞാൽ പ്രദീപിന് അവസരം വേണമെന്ന് പറഞ്ഞു. പ്രദീപിന് അവസരം തന്നു. അതിനുശേഷം പ്രദീപ് പറയുന്ന കാര്യത്തെ കുറിച്ച് തിരിച്ചൊരു സംശയം ചോദിച്ചാൽ അത് മറുപടി പറയാൻ തയ്യാറില്ലെങ്കിൽ പ്രദീപ് പറയേണ്ട, അത്രേ ഉള്ളൂ. പ്രദീപ്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവുണ്ടോ ഇല്ലയോ? എന്തുകൊണ്ട് ഇതിനു മുമ്പുണ്ടായ 2 MLA-മാരെ പുറത്താക്കിയില്ല? ആ ചോദ്യത്തിന് ഉത്തരം പറയും. സാറേ, കേരളത്തിൽ ആണെങ്കിൽ നീതി വെക്കുന്നത് സാറ് ആണല്ലേ? താനെന്താ നീതി ലഭിക്കുന്നുണ്ടോ? സാർ പറഞ്ഞു നിഷ്പക്ഷമായിട്ട് പറയാ. പ്രദീപേ, ഈ വിഷയം മാറ്റാതെ രാഷ്ട്രീയം പറയുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല പറയേണ്ടത്. രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയമായ ചോദ്യത്തിന് മറുപടി പറയണം. ആണുങ്ങൾക്കൊന്നും ഈ നാട്ടിൽ ഒരു കുഴപ്പവുമില്ല. കൊള്ളാവുന്ന ആണുങ്ങൾക്കൊന്നും ഈ നാട്ടിൽ ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് മറ്റ് MLA-മാർക്കെതിരെ പരാതി വന്നപ്പോൾ അവരെ പുറത്താക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയത്? അത്രത്തോളം മോശക്കാരനാണെന്ന് ആ പാർട്ടിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ചില ആണുങ്ങൾ പറഞ്ഞ പെണ്ണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരി പ്രദീപ്, പ്രദീപിനെ കട്ട് ചെയ്യേണ്ട കൂടിയാണ്. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഹലോ, മുഖ്യമന്ത്രിക്ക് ഉറക്കത്തിലും ഈ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും ഒതുക്കണം എന്നുള്ള മാതിരിയുള്ള ചിന്താഗതികളാണ്. മുഖ്യമന്ത്രിക്ക് മുകേഷിന്റെ കേസിലും ഹേമ കമ്മിറ്റിക്കുള്ള കേസിലും കേളുകൊടി കൊടുത്താലുള്ള കേസിലൊന്നും യാതൊരു കോഴ്സിലില്ല. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഇവരും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിന്റെ ഉള്ളിൽ കട്ടുമുടിച്ച് ഈ നാടിന്റെ അയ്യപ്പ വിശ്വാസികളെ കട്ടുമുടിച്ച് CPM-കാർ ഇതിൽ കൂട്ടുന്നിട്ട് അവരെ പാർട്ടിയിൽ പുറത്താക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രിക്ക് എന്ത് നട്ടലുണ്ട് ഇവർക്കൊക്കെ CPM-കാർക്ക്? എന്നിട്ട് പിന്നെ ഒരു പെണ്ണൊരു ഒരു കേസ് കൊടുത്തപ്പോ അതിന്റെ പിന്നാലെ കിടന്നിട്ട് ഇപ്പൊ 24 മണിക്കൂറും ഒരു വിഷയം സംശയം ചോദിച്ചോട്ടെ. ശ്രീനിവാസൻ, കേരളത്തിൽ ഏതെങ്കിലും ഒരു MLA-ക്കെതിരെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇത്ര മോശപ്പെട്ട ഒരു ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇത്ര മോശപ്പെട്ട ആരോപണങ്ങൾ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു MLA-ക്കെതിരെ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ ഉണ്ടായിട്ടുണ്ടോ? ആയിക്കോട്ടെ, മുകേഷും ശശിയൊക്കെ ശശി MLA ആണോ? അല്ലല്ലോ. മുകേഷിനെതിരെ ആരോപണം വന്നു, അതൊക്കെ സംഭവിച്ചു. ഞാൻ ചോദിച്ചാൽ ഇത്രയേറെ മോശപ്പെട്ട ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കേരളത്തിലെ ഒരു പാർട്ടിയിലും ഒരു നേതാവിനെതിരെ ഉണ്ടായിട്ടില്ല. അതൊന്നല്ല കോൺഗ്രസ്സുകാർക്ക് വന്നപ്പോ എല്ലാവർക്കും ഒരു പൊങ്കലായി. മറ്റുള്ളവർക്ക് എന്ത് തന്നെയായാലും ഒരു കുഴപ്പമില്ല. മുകേഷിന് കുഴപ്പമില്ല, ശശിക്ക് കുഴപ്പമില്ല,
ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ കട്ടുമുടിച്ചു എന്താ കടന്നുമുടിക്ക് എന്താ അന്വേഷണം വരാത്തത്? കടകംപള്ളിക്കെതിരെ എന്തെങ്കിലും കടകംപള്ളി ദേവസ്വത്തിന്റെ വല്ല മോഷ്ടിച്ചാട്ടി ഇതുവരെ കേസ് വല്ലതും വന്നിട്ടുണ്ടോ? വെറുതെ കടകംപള്ളിക്കെതിരെ എങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത്? ഇതിലൊക്കെ പണ്ട് CPM-കാർ മാത്രമാണ് ശബരിമലയിൽ കൊള്ളടിച്ചു. ശ്രീനിവാസൻ ശബരിമല അവിടെ നിൽക്കട്ടെ, അതൊക്കെ സംഭവിച്ചു. ഇയാളെ പുറത്താക്കിയത് കോൺഗ്രസ് അല്ലേ? അത് പെണ്ണുപിടി കേസുകളും ഈ കള്ളന്മാരൊക്കെ ഓരോ റാങ്കിൽ പെട്ടിട്ടുള്ള ആൾക്കാരാ. അതെ സാറ്, എല്ലാം ഒരു റാങ്കിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണെന്ന് പറയൂ. മാങ്കൂട്ടത്തിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് പറഞ്ഞ അത് കോടതിയായാലും എല്ലാവരെയും പെൺകുട്ടി അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, എത്രയോ പെൺകുട്ടികൾ പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു കുന്നപ്പള്ളിക്ക് കേസ് ഉണ്ടായി, വിൻസെന്റിന് കേസ് ഉണ്ടായി, മുകേഷിന് കേസ് ഉണ്ടായി. ഇവരൊക്കെ അവിടെ അവരുടെ കേസിനെ കുറിച്ചൊക്കെ അതാത് പാർട്ടികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുള്ളതുകൊണ്ടാണ് അവരെ പുറത്താക്കാത്തത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിനകത്ത് ലോകത്ത് ആർക്കും ന്യായീകരിക്കാൻ കഴിയാത്ത അത്ര രീതിയിൽ മോശപ്പെട്ട കേസായതുകൊണ്ടാണ് അയാളെ പുറത്താക്കിയത്. അതല്ല, മാങ്കൂട്ടത്തിനെ ഒതുക്കുക, സൂപ്പർ ആളെ MLA അയാളെ ഒതുക്കുക. എന്തിനാണ് ഈ മാങ്കൂട്ടം അവിടെ നിൽക്കുന്നത്? CPM-കാർക്കും BJP-കാർക്കും ഒക്കെ നല്ലതല്ലേ കോൺഗ്രസിൽ മാങ്കൂട്ടം പോലെ ഒരാൾ നിൽക്കുന്നത്? അത് കോൺഗ്രസ് ആയ കാരണം, കോൺഗ്രസ് വിരോധം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ കോൺഗ്രസ് വിരോധം ഉള്ളവരാണോ അയാളെ പാർട്ടി പുറത്താക്കിയത്? ആര് പാർട്ടിയെ പുറത്താക്കിയത്? പിന്നെ അതൊരു ആരോപണമൊന്നും ഞങ്ങൾ പുറത്താക്കി. നിങ്ങളെ പാർട്ടിയിൽ ആരോപണം വന്ന സൂക്ഷിക്കല്ലേ? ജയിലിലാണ്. ശ്രീനിവാസൻ, ഈ വിൻസെന്റിനെതിരെ വന്നിട്ടും കുന്നപ്പള്ളിക്കെതിരെ ആരോപണം വന്നപ്പോൾ കട്ടുമുടിച്ചിട്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ശ്രീനിവാസന്റെ ചോദ്യവും മറ്റാളെ അത് തന്നെ. അതിനല്ല ഉത്തരം, മറ്റു കട്ടുപിടിച്ച കാര്യത്തെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യത്തെ കുറിച്ചാണ്. അങ്ങനെയല്ല ശ്രീനിവാസൻ. ശരി, ഓക്കെ. അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഏത് മുന്നണിക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് തോന്നുന്നത്? ഇപ്പം യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, നിലവിലെ സിറ്റിംഗ് MLA, സ്ത്രീ പീഡന കേസിൽ പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ ബാംഗ്ലൂർ, കർണാടകയിലെ പല സ്ഥലങ്ങളിലും ഒളിവിൽ ഇരിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഇത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മളിവിടെ കേരളത്തിൽ കാണുന്നതിനപ്പുറം ഇത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ട് ആർക്ക് ഗുണമുണ്ടാവും? ആർക്കാണ് ദോഷം ഉണ്ടാകുന്നത്? ഗുണം മാറ്റി നിർത്താം, ദോഷം ഉണ്ടാകുന്നത് കോൺഗ്രസിന് തന്നെയാണ്. ഇനി മറ്റൊരു ചോദ്യം, നമ്മുടെ കേരള പോലീസ് വളരെയധികം എഫിഷ്യന്റ് ആണ്, എന്തുകൊണ്ട് ഇയാളെ പിടിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് ഒരല്പം ബോധമുള്ളവർക്ക് മനസ്സിലാകും. ഓടിക്കോട്ടെ, മാക്സിമം ഓടിക്കോട്ടെ. ഓടുന്ന ഓരോ ദിവസവും ഇത് ന്യൂസാണിത്. ഇവിടെ കോൺഗ്രസിനാണ് തെറ്റുപറ്റിയത്. ഈ തുടക്കത്തിൽ തന്നെ ഇപ്പൊ നമ്മൾക്ക് ഇപ്പോഴാണ് ഈ പരാതിയോടെ വന്നതെങ്കിലും അതിനൊക്കെ മുമ്പേ ED സതീശന്റെ അടുത്തും ഷാഫി പറമ്പിലിന്റെ അടുത്തും ഇയാളെ പറ്റിയുള്ള പല ഇൻഫർമേഷൻസും ചെന്നിരുന്നതായിട്ട് ഈ പരാതി കൊടുത്തവർ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം ഷഹനാസ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവരല്ലേ പറഞ്ഞത് 1 വർഷത്തിന് ഇയാളെ പ്രസിഡന്റ് ആക്കുന്നതിന് മുൻപ് തന്നെ ഇയാളെ ആക്കരുത്, ഇയാൾ ഇത്തരം വഷള സ്വഭാവമുള്ളവനാണെന്ന് പറഞ്ഞിട്ട് അതുപോലും ഷാഫി കേട്ടില്ല എന്ന് ഈ അടുത്ത സമയത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പൊതുമണ്ഡലത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ വളരെ എന്താണ് പറയുന്നത്, സ്ത്രീ വോട്ടർമാരിൽ വളരെയധികം ചലനമുണ്ടാക്കും. കോൺഗ്രസ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കോൺഗ്രസ് പോയി വെള്ളത്തിൽ ചാടി. അവർ ചെയ്യേണ്ടിയിരുന്നത് അന്ന് പുറത്താക്കിയപ്പോൾ അന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഡിസ്മിസ് ചെയ്യുകയും MLA സ്ഥാനം രാജിവെച്ച് വെളിയിൽ വിട്ടിരുന്നുവെങ്കിൽ അവർക്ക് ഇതിനകത്തിൽ നിന്നും ഒരു മോചനം കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ ഇന്നെങ്കിലും അവരൊരു പത്രസമ്മേളനം വിളിച്ച് പറയണമായിരുന്നു, ഞങ്ങൾക്ക് ഇയാളെ അസസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുപറ്റി, നമുക്ക് പൊതുസമൂഹത്തോട് പറയാം. അതും പറയാൻ കോൺഗ്രസ് തയ്യാറായില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ടെന്ന് കേരള പോലീസിന് അറിയാം. അവരാ സമയത്ത് പിടിക്കും, 1-2 ദിവസം കൂടെ ഓടിക്കാതെ കഴിയുമ്പോൾ ക്ലബിന് പിടിച്ചു കൊണ്ടുവരും. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ ജോസഫാണ് ചേർത്തലയിൽ നിന്ന്. ശ്രീ ജോസഫ്, ഇപ്പോൾ ഇരു പാർട്ടികളെ മുന്നണികളെ സംബന്ധിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അവർ ഈ വോട്ടെടുപ്പിൽ എങ്ങനെ അവർക്ക് അനുകൂലമാക്കാം എന്ന ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ദീപു, താങ്കൾക്ക് പറയാം. അല്ല, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഏത് മുന്നണിക്ക് വോട്ടാകും എന്നാണ് ഇന്നത്തെ ചോദ്യം. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തില് ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ഒരു ഇടതുപക്ഷ അനുഭാവി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഏതെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന വട്ടത്ത് ഇവിടെ വന്ന് നിൽക്കും, അത് മാത്രമാണ് ഇടതുപക്ഷത്തിന് പറയാനുള്ളത് എന്നതുകൊണ്ടിട്ടല്ല, അല്ലെങ്കിൽ അത് മുന്നോട്ട് വെച്ചല്ല ഇടതുപക്ഷം വോട്ട് ചോദിക്കുന്നത്.
ഇടതുപക്ഷം ഈ കാലം അത്രയും ജനങ്ങൾക്ക് ചെയ്ത പ്രവർത്തനങ്ങൾ, അത് നേട്ടമായാലും കോട്ടമായാലും അതിന്റെ കാര്യകാരണ സഹിതം അത് മാത്രമെന്ന് പറഞ്ഞില്ല, അതും ഒരു വിഷയമാണ് എന്നേ പറഞ്ഞുള്ളൂ. അതൊരു വിഷയമായിരിക്കാം. പക്ഷെ ഇടതുപക്ഷം എപ്പോഴും നടത്തുന്നത് അങ്ങനെയാണെന്ന്, നേട്ടവും കോട്ടവും വെച്ചിട്ടാണ്. കാരണം കോട്ടങ്ങളിൽ എന്താണ് ഞങ്ങൾക്ക് പറ്റിയത് ഇതും കൂടെ ജനങ്ങളോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്തിനാണ് ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുന്നത്? ഇയാളെ കുറിച്ചിട്ട് നേരത്തെ തന്നെ ഇവർക്കെല്ലാം അറിയാമായിരുന്ന കാര്യങ്ങളല്ലേ. അവരുടെ തന്നെ ഒരു മുതിർന്ന MP, ആ MP-യുടെ വീട്ടിൽ ഇയാൾ കയറി കൂടിക്കഴിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ളതല്ലേ. അങ്ങനെ ഒരു ആൾക്ക് പോലും ഒന്നും മിണ്ടാനാവാത്ത അവസ്ഥ ഇയാള് കാരണം. ഇയാളെ കുറിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസം ചെന്നിത്തല എന്തോ പറഞ്ഞപ്പോ പാലക്കാട് വെച്ച് ചെന്നിത്തലയെ അടിച്ചില്ലെന്നല്ലേ ഉള്ളൂ. അവിടെ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കല്ലേ അടിയിട്ടിയത്? അപ്പൊ അത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള പിന്നെ നീച പ്രവർത്തികളും അടങ്ങുന്ന ഒരു സംഘം ഈ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ആ ഹൈജാക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവിടെ നിലവിളിച്ച 2-3 പേര്. അവർക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല ഞങ്ങൾ ആർജവത്തോടെ ഇയാളെ പുറത്താക്കി എന്ന് പറയല്ല, ഇയാളെ വീണ്ടും ന്യായീകരിക്കുക ചെയ്യുന്നത്. എന്ത് ആർജവമാണ് കോൺഗ്രസ് കാണിച്ചത്? കോൺഗ്രസിന് ഇതെല്ലാം നേരത്തെ അറിയാമായിരുന്നു. ഇതെല്ലാം നേരത്തെ അറിഞ്ഞിട്ട് അവസാനം അവർക്ക് നിൽക്കക്കള്ളി ഇല്ലാത്തതുകൊണ്ടിട്ട് അവർ ചെയ്തത്. അപ്പൊ അവർ മുകേഷിനെ പറയുന്നു, മറ്റവരെ പറയുന്നു, അവരെ പറയുന്നു. ഇതിനകത്ത് ഏതെങ്കിലും സമീകരിക്കാവുന്ന ഒരു വിഷയമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്? അപ്പൊ ഇതൊന്നും ഇല്ലാതെ കോൺഗ്രസിന് ഒന്നും പറയാനില്ല. കോൺഗ്രസിന് ഒന്നും പറയാനില്ലാതെ ആകെ പറയാൻ അവസരം ഈ 9 വർഷത്തെ ഭരണത്തിന്റെ ഇടയിൽ ശബരിമല മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. ശബരിമലയെ കുറിച്ച് ജനം വിലയിരുത്തട്ടെ, ഞങ്ങളെ ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിക്കട്ടെ, ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ കൃത്യമായി ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇത് ഹൈലി പൊളിറ്റിക്കലായ വിഷയമായതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നും CPM-കാരുടെ ഭാഗത്തു നിന്നും അതാത് പാർട്ടികളുടെ ന്യായങ്ങൾ, അത്തരം വാദങ്ങളൊക്കെയാണ് ഉന്നയിച്ചത്. പക്ഷേ ചിലരെങ്കിലും ഈ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലരെങ്കിലും പറഞ്ഞ് സമയം വേണമെന്ന് പറഞ്ഞ് സമയം കൊടുക്കുമ്പോൾ ഇതൊരു സംവാദമാണല്ലോ. സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അങ്ങോട്ടും CPM-കാർ പറയുമ്പോൾ അവർക്ക് ഉന്നയിക്കുന്നതിനെതിരായ ചോദ്യങ്ങൾ ചോദിക്കും, കോൺഗ്രസ്സുകാർ പറയുമ്പോൾ അതിനെതിരായ ചോദ്യങ്ങളുമൊക്കെ. ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ വരുന്ന എന്ന് നമ്മൾ കരുതുന്ന ചോദ്യങ്ങളാണ് അങ്ങോട്ട് ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ഒരു കാര്യം തന്നെ പറയുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ഒരു മാന്യമായ സംവാദത്തിന് യോജിച്ച ഒന്നും അല്ല എന്നതുകൂടി അത്തരത്തിൽ സംവാദത്തിൽ ഏർപ്പെട്ടവരെ അറിയിക്കുകയാണ്. പിന്നീട് വീണ്ടും വന്നവർ അടുത്ത ദിവസവും പരാതി പറയും ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്ന് പറയും. സമയത്തിന് പൂർണ്ണമായും പറയാൻ എല്ലാ അവസരം കൊടുത്തതിന് ശേഷമാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോഴും മറുപടി ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. മിനിമം ഇത്തരം ചർച്ചകളിൽ ഇത്തരം ഗൗരവമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ തിരിച്ചു പറയാനുള്ള പോയിന്റുകൾ കൂടി വെച്ചിട്ട് വേണം. അത് ഏത് പാർട്ടിക്കാരായാലും ചർച്ചയിൽ അപ്പോഴേ ആ ചർച്ചയ്ക്കൊരു സൗന്ദര്യം കൂടി ഉണ്ടാവുമല്ലോ. അത് ആരെയും തോപ്പിക്കാനും ജയിപ്പിക്കാനും ഉള്ളതല്ല. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തത് വളരെ സജീവമായ ചർച്ച തന്നെയായിരുന്നു. നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.